അല്ലല്ല, ഞാൻ തൃശ്ശൂരാണ്. ആ ഉണ്ട്, ദൂരമുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആള് ജോയിൻ ചെയ്യാൻ എപ്പോഴാണെന്ന് അറിയില്ല. ഓക്കെ, ഇന്നലത്തെ വർക്ക് ചെയ്തായിരുന്നോ? ഓക്കെ ആണോ? ചെയ്തു നോക്കി. ഏതായിരുന്നു ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നേ? ഞാൻ ജസ്റ്റ് 7 മണി 7:15 ചെയ്യാനുള്ളത്. ഞാനിന്ന് രാവിലെ 8:10 വീട്ടിൽ നിന്ന് ഇറങ്ങും. വൈകിട്ട് ഒരു 6:30 അടുത്താ വീട്ടിലെത്തുന്നത്. പിന്നെ അതിലെ സമയം അറിയാലോ. സമ്മിഫൊക്കെ അരമണിക്കൂർ ചെയ്യുന്നു, കുഴപ്പമില്ല. ഞാൻ ആദ്യം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, അതിപ്പം നമുക്കിപ്പോ ഒരു പല വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ആദ്യം കൗണ്ടേ വെച്ചാ നോക്കി, എല്ലാവരും കൗണ്ട് ഇഫ് വെച്ചാ നോക്കണ്ടത്. നമുക്ക് വേണ്ട ഫിഗർ രണ്ട് കണ്ടീഷൻ കൗണ്ട് ചെയ്യാനും അതേപോലെ തന്നെ ഇഫ് കണ്ടീഷനും കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ കൗണ്ടിഫൈ യൂസ് ചെയ്യുള്ളൂ. ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു വാല്യൂ ആണ് എങ്കിൽ, ഇപ്പൊ സെയിൽസ് ആണ് എങ്കിൽ സെയിൽസിന്റെ കൗണ്ട് എത്ര, HR ആണ് എങ്കിൽ HR-ന്റെ കൗണ്ട് എത്ര. അപ്പൊ അതെന്താണ്, ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, ആണ് എങ്കിൽ എത്ര. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കൗണ്ട് ഇഫ്, സം ഇഫ്, ആവറേജ് ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻസ് വരിക. ഓക്കെ, സ്ക്രീൻ കാണാനില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കൗണ്ട് ഇഫ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇഫ് ശരിയായി എന്ന് വിചാരിക്കണം. ഇഫ് ചെയ്ത് നോക്കിയോ? ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് നെക്സ്റ്റഡ് ഇഫ് ആണ്. നെക്സ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇഫ്, നമ്മളിപ്പോ ഒരു ഇഫ് ചെയ്തു, ഈക്വൽ ടു ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഫ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ലോജിക്കൽ ടെസ്റ്റ് എന്താ, എന്ത് ലോജിക്കിന്റെ ബേസിലാണ് നമ്മൾ ആ ഇഫ് കണ്ടുപിടിക്കുന്നത് വെച്ചെങ്കിൽ ആണോ അല്ലയോ ചെക്ക് ചെയ്യായിരുന്നു ചെയ്തായിരുന്നത് അല്ലെ. കേരളയാണ് എങ്കിൽ കേരള എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ടു അത് കേരളയാണ് എങ്കിൽ മലയാളം വരണം, അല്ല എങ്കിൽ അതർ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അതായിരുന്നു നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷന്റെ ലിമിറ്റേഷൻ എന്താ? ഇപ്പൊ നമ്മൾ കേരള ഉണ്ട്, തമിഴ്നാട് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റേറ്റുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളയാണെങ്കിൽ മലയാളം വരണം, അല്ല എങ്കിൽ അതർ വരണം. പക്ഷെ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റിയില്ല? കേരള അല്ല എങ്കിൽ അത് തമിഴ്നാട് ആണ് എങ്കിൽ എനിക്ക് തമിഴ് വരണം. അങ്ങനെ 2 കണ്ടീഷൻ എനിക്ക് ഇതിൽ കൊടുക്കാൻ പറ്റിയില്ല, ഇഫിൽ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താണ്, നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും സാലറി, ഇപ്പൊ സാലറിയുടെ കാര്യം പറയുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് ഹൈ സാലറി ഉള്ളവരുണ്ടായിരിക്കാം, ഒരു മീഡിയം സാലറി ഉള്ളവരുണ്ടായിരിക്കാം, ലോ സാലറി ഉള്ളവരുണ്ടായിരിക്കാം, ബേസിക് സാലറി ഉള്ളവരുണ്ടായിരിക്കാം. അങ്ങനെ പല പല കാറ്റഗറീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഒരു ഇഫ് കണ്ടീഷൻ വെച്ച് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹൈ സാലറി ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്താ മീഡിയം ആണോ അല്ലയോ, അങ്ങനെ ഒരൊറ്റ കണ്ടീഷൻ ആണോ അല്ലയോ ചെക്ക്, അത് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യാ, നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവര് ഈ കണ്ടീഷനിലാണോ, അല്ലെങ്കിൽ ഈ കണ്ടീഷനിലാണോ, അല്ലെങ്കിൽ ഈ കണ്ടീഷനിലാണോ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കണ്ടീഷൻസ് വെച്ച് ചെയ്യാം. ഒന്നിലധികം കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, നെസ്റ്റഡ് ഇഫ്. ഒരു ഇഫ് കണ്ടീഷന്റെ ഉള്ളില് മറ്റൊരു ഇഫ് കണ്ടീഷൻ വരുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. ഒരു ഇഫ് കണ്ടീഷന്റെ ഉള്ളില് മറ്റൊരു ഇഫ് കണ്ടീഷൻ വരുന്നു. ഓക്കെ, ഇവിടെ ഞാനൊരു നെസ്റ്റഡ് ഇഫ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഒരു ഇഫ് കണ്ടീഷന്റെ ഉള്ളിൽ ഞാൻ എന്ത് കൊടുത്തു, എന്റെ ഈ ഒരു കോളം, ഈ ഒരു സാലറി എന്ന് പറയുന്നതാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. എന്റെ ഈ ഫസ്റ്റത്തെ സെല്ല് എന്ന് പറയുന്നത് 4000-ന് താഴെയാണോ അല്ലയോ എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. 4000 എന്ന് പറയുന്ന എമൗണ്ടിന് താഴെയാണോ അല്ലയോ. 4000-ന് മുകളിലാണ് എങ്കിൽ ഹൈ സാലറി എന്ന് കാണിക്കണം. അപ്പൊ എന്തായി, അതാണ് എന്റെ ഒരു ഒറ്റ കണ്ടീഷൻ. 4000-ന് മുകളിലാണ് എങ്കിൽ ഹൈ സാലറി എന്ന് കാണിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വെച്ചെങ്കിൽ എന്താ കൊടുക്കാൻ പറ്റുള്ളൂ, ഹൈ അല്ലെങ്കിൽ ലോ, കോമ ലോ, അത്രല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഫോൾസിന്റെ അവിടെ ഞാൻ അടുത്ത ഇഫ് കണ്ടീഷൻ കൊടുത്തു, കണ്ടോ. ഫോൾസിന്റെ അവിടെ അടുത്ത ഇഫ് കണ്ടീഷൻ ഞാൻ ഓപ്പൺ ചെയ്യാ ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് എന്ത്, ഈ സെല്ല് എന്താണ് 2000-ന് മുകളിലാണോ അല്ലെങ്കിൽ 2500-ന് മുകളിലാണോ എന്ന് ചെക്ക് ചെയ്യാം പറഞ്ഞു. അപ്പൊ നമ്മുടെ 2 കണ്ടീഷനായി. 4500-ന് മുകളിലാണെങ്കിൽ എന്ത് വരണം, ഹൈ എന്ന് പറഞ്ഞു വരണം.
2500 മുകളിലാണ് എങ്കിൽ മിഡ് എന്ന് പറഞ്ഞു വരണം. അപ്പൊ അതിലൊന്നും ഈ രണ്ടിലും പെടാത്ത സാലറി എന്തായിട്ട് വരണം? എനിക്ക് ലോ എന്ന് പറഞ്ഞ് കാണിക്കണം. ഐഡിയ കിട്ടിയോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഈക്വൽ ടു ചെയ്ത് നോക്കൂ. ഈക്വൽ ടു ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഐഡിയ വെച്ചൊന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് സ്ക്രീൻ നോക്കിയാൽ മതി. ജോസഫൈൻ കേക്കുന്നുണ്ടോ? ഹലോ കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു നെസ്റ്റഡ് ഇഫ് ജസ്റ്റ് നോക്കുമായിരുന്നു. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന പുതിയൊരു ഫംഗ്ഷൻ ആണ്. ഇഫ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നോ? എനിക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഒരു എക്സാമ്പിൾ മാം ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും ജസ്റ്റ്. പക്ഷെ എനിക്ക് അതില് ആൻസർ ആയിട്ട് 0 വരുന്നത്. ഏതായിരുന്നു? സം ഇഫ് ചെയ്തപ്പോഴോ? സം ഇഫിൽ 0 വന്നോ? ഇന്നലെ ഒരു എക്സാമ്പിൾ ചെയ്തോണ്ട് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. അതിൽ 0 വരില്ലല്ലോ. എനിക്ക് പക്ഷെ അതിൽ കിട്ടിയത് 0 ആണ്. അതെയോ? അതെന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നെസ്റ്റഡ് ഇഫ് ഒന്ന് ഇപ്പൊ നോക്കാം. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് ഒരു ഇഫ് കണ്ടീഷൻ, നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ്. ആ ഒരു ഇഫിന്റെ ഉള്ളിൽ വേറൊരു ഇഫ് കണ്ടീഷൻ കൂടി വരാം. ഒരു ഇഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഉള്ളത്? നമുക്ക് ഇഫിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കും? ഇതാണോ അല്ലയോ എന്നുള്ളതല്ലേ നമ്മൾ കൊടുക്കാറുണ്ട്. ഇതാണ് എങ്കിൽ ഇന്നത് വരണം, അല്ല എങ്കിൽ എനിക്ക് ഇന്നത് പ്രിന്റ് ആവണം. അങ്ങനെയല്ലേ നമ്മൾ ഇഫ് കണ്ടീഷൻ കൊടുത്തേ. കേരള ആണ് എങ്കിൽ മലയാളം വരണം, കേരള അല്ല എങ്കിൽ എനിക്ക് അതർ എന്ന് പറഞ്ഞ ലാംഗ്വേജ് കാണിക്കണം, തമിഴ്നാട് ആണെങ്കിൽ തമിഴ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ അതർ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അങ്ങനെയല്ലേ നമ്മൾ ഇഫ് കൊടുത്തേ. ഒരു കണ്ടീഷൻ ആയിരുന്നു അത്. കേരള ആണോ, ആണ് എങ്കിൽ മലയാളം, അല്ല എങ്കിൽ അതർ. അതൊരു കണ്ടീഷൻ അല്ലേ? അതുപോലെ ഇഫ് കണ്ടീഷൻ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ആണോ അല്ലയോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റിയായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് വേണ്ടത് പക്ഷെ എന്താണ്? എനിക്കൊരു 2 കണ്ടീഷൻ കൊടുക്കണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 3 കണ്ടീഷൻ കൊടുക്കണം എന്ന് വിചാരിക്കാം. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന പുതിയൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ കണ്ടീഷൻ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇഫ് കണ്ടീഷൻ മാത്രം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യുമ്പോൾ
എനിക്കിപ്പോ സാലറി, ഇപ്പൊ ഞാനിവിടെ കുറച്ച് സാലറി കൊടുത്തിട്ടുണ്ട്. ഈ സാലറിയിൽ ഇപ്പൊ ഏറ്റവും ഹയസ്റ്റ് ഏത് 5000 അല്ലേ? ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് 1250 ഓക്കെ. ഞാൻ പറയാണ് 4500 മുകളിലുള്ളവരെ മുഴുവൻ ഹൈ സാലറി എന്നും 2500 മുകളിലുള്ളവരെ മുഴുവൻ മീഡിയം സാലറി അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ മിഡ് എന്നോ സംതിങ് കൊടുക്കാം. അതിന് താഴെ വരുന്നവരെല്ലാവരും എനിക്ക് ഏത് വരണം? ലോ സാലറി എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പൊ എന്തായി? 3 കാര്യങ്ങളായല്ലേ? 3 കണ്ടീഷൻ. 3 കണ്ടീഷനായി. ഈ 3 കണ്ടീഷൻ നമുക്ക് ഈ ഇഫ് വെച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ലല്ലോ. ഒരു കണ്ടീഷനെ നമുക്ക് ഇഫ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഏത് യൂസ് ചെയ്യാ? നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുമ്പോൾ ഒരു ഇഫിന്റെ ഉള്ളിൽ വേറൊരു ഇഫ് വരുന്ന ഫംഗ്ഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. ഈക്വൽ ടു ഇഫ്, ഒരു ഇഫ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അതിൽ എന്ത് കൊടുക്കുന്നു? എന്റെ സാലറി, ഫസ്റ്റത്തെ ഈ സാലറിയുടെ കോളത്തിൽ ഫസ്റ്റത്തെ സെല്ല് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓരോ സെല്ലുകളായിട്ട് നമുക്ക് ഐട്രേറ്റ് ചെയ്ത് വരണം. എങ്കിലാണ് ഓരോ സെല്ലിന്റെ സാലറിയും നമ്മുടെ കണ്ടീഷനോട് മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ സെല്ല് സെലക്ട് ചെയ്യാണ് സാലറിയുടെ. എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കണു? 4500 മുകളിലാണോ ഈ സാലറി എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പറയണം. അപ്പൊ എന്റെ കണ്ടീഷൻ കൊടുക്കണു, ഈ സെല്ല് അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന സെല്ല് 4500 മുകളിലാണ് എങ്കിൽ എനിക്ക് എന്ത് വരണം? ഹൈ സാലറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഹൈ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഹൈ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞു, എന്റെ സെൽ എന്ന് പറയുന്നത് 4500 മുകളിലാണ് എങ്കിൽ എനിക്ക് ഹൈ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ എന്റെ കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ എനിക്ക് എന്താ ഇനി ചെയ്യാൻ പറ്റുള്ളൂ? അതർന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? നെസ്റ്റഡ് ഇഫ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇഫിന്റെ ഉള്ളിൽ അടുത്തൊരു ഇഫിനെ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പൊ എനിക്ക് വേറെ കണ്ടീഷൻ കൊടുക്കാമല്ലോ. മനസ്സിലായോ? ഒരു ഇഫിന്റെ ഉള്ളിൽ ഞാൻ ഇവിടെ ഒരു ഇഫ് ആയിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്തത്, അതിന്റെ ഉള്ളിൽ വേറൊരു ഇഫിനെ ഓപ്പൺ ചെയ്യുന്നു. കണ്ടോ? രണ്ടാമത് ഒരു ഇഫിനും കൂടി ഓപ്പൺ ചെയ്തു. അതിൽ ഞാൻ വീണ്ടും അടുത്ത കണ്ടീഷൻ കൊടുക്കുകയാണ്. ഈ സെല്ല് സെലക്ട് ചെയ്യണു. അതിൽ എന്ത് കൊടുക്കുകയാണ്? എന്റെ സാലറി ഇപ്പൊ 4500 ആണോന്ന് അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം ഞാൻ പറയാണ് എന്ത്? എന്റെ സാലറി 2500 മുകളിലാണോ അങ്ങനെ ചെക്ക് ചെയ്യാൻ പറയാണ്. 4500 മുകളിലാണ് എങ്കിൽ ഹൈ എന്ന് പറഞ്ഞിട്ടും 2500 മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് വേണം എനിക്ക്? മിഡ്. മീഡിയം അല്ലെങ്കിൽ മിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ. അപ്പൊ ഞാൻ 2 കണ്ടീഷൻ കൊടുത്തു. ഇനി എന്താ എനിക്ക് വരാനുള്ളൂ? ലോ എന്ന് പറയുന്നത് വരാനുള്ളൂ. അപ്പൊ ഹൈയും അല്ല മീഡിയം അല്ലെങ്കിൽ എനിക്ക് അടുത്തത് എന്ത് പ്രിന്റ് ചെയ്യിപ്പിക്കണം? അതിന് ലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാൻ ലോ എന്ന് പറഞ്ഞിട്ടും കൂടി കൊടുക്കുകയാണ്. അവിടെ എനിക്ക് കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഓൾറെഡി നമ്മൾ 2 കണ്ടീഷൻ ഇവിടെ കൊടുത്തില്ലേ? 4500 മുകളിലാണ് എങ്കിൽ ഹൈ എന്നും 2500 മുകളിലാണ് എങ്കിൽ എന്താണ്? മീഡിയം എന്നും കാണിക്കണം. അല്ലാത്ത പക്ഷം ഇത് രണ്ടും ഹൈയും അല്ല മീഡിയം അല്ലെങ്കിൽ അതിന് എന്തായിട്ട് പരിഗണിക്കണം? ലോ ആയിട്ട് കണക്കാക്കണം. ഓക്കെ. ഇത് ഞാൻ എൻട്രി ചെയ്യാണ്. അയ്യോ, ഒരു ബ്രാക്കറ്റിന്റെ കുറവുണ്ടേ, അതുകൊണ്ടാണ്. പക്ഷെ അത് വരും, ചെറിയൊരു എറർ മെസ്സേജ് വരുന്നുള്ളൂ. ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടി ക്ലോസ് ചെയ്യാനായിട്ട് മറന്നു, ഇവിടുത്തെ ബ്രാക്കറ്റ്. ഓക്കെ. ഇപ്പൊ എന്ത് വന്നു? നമുക്ക് നമ്മുടെ സാലറി എന്താന്ന് കാണിച്ചത്? 2456 എന്ന് പറയുന്നത് ഏതിന്റെ എന്താന്നാ പറയുന്നത്? ലോ ആയിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? 4500 മുകളിൽ പോവുകയാണെങ്കിൽ ഹൈ എന്ന് പറഞ്ഞിട്ടും 2500 മുകളിൽ പോവുകയാണെങ്കിൽ മീഡിയം എന്ന് പറഞ്ഞിട്ടും അത് രണ്ടും അല്ലെങ്കിൽ ഏതിൽ വരണം? ലോ ആയിട്ടും കാണിക്കണം. ഇവിടെ 2500 താഴെയല്ലേ, അതുകൊണ്ടാണ് അത് ലോ ആയത്. മനസ്സിലായോ? ഒന്ന് ചെയ്ത് നോക്കിയേ. അഖിലിന് കിട്ടിയോ? അഖില്, ഞാനൊരു വേറൊരു ഇപ്പൊ ജോസഫൈൻ ചെയ്ത് കഴിയുന്നതിന് മുൻപ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്ന അഖിലിന് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കൂ. എനിക്കിപ്പോ
കുറച്ച് സ്റ്റേറ്റുകൾ ഇവിടെ ഉണ്ട്. KL എന്ന് പറഞ്ഞ കേരളയാണ്, TN എന്ന് പറഞ്ഞ തമിഴ്നാട്, MH എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര. എനിക്ക് കേരളമാണ് ഇവിടെ ഇവിടെ KL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള, TN എന്ന് പറഞ്ഞ തമിഴ്നാട്, MH എന്ന് ഉദ്ദേശിച്ച് മഹാരാഷ്ട്രയാണ്. ഓക്കെ, അപ്പൊ കേരളയാണ് എങ്കിൽ എനിക്ക് മലയാളം എന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കണം. തമിഴ്നാട് ആണ് എങ്കിൽ എനിക്ക് തമിഴ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിപ്പിക്കണം. മഹാരാഷ്ട്ര ആണെങ്കിൽ ഏതാണോ, ഹിന്ദിയാണോ അവിടെ, എങ്കിൽ പിന്നെ ഹിന്ദി കൊടുത്തോ, കുഴപ്പമില്ല. ഹിന്ദി എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കണം. ഈ കണ്ടീഷൻ ഒന്ന് കൊടുക്കാൻ പറ്റുമോ നോക്കിയേ, എങ്ങനെയാണ് ഈ നെസ്റ്റഡ് ഇഫിൽ വർക്ക് ചെയ്യാന്ന് നോക്കി നോക്കോ. ഓക്കെ, ജോസഫിൻ അപ്പോഴേക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. കിട്ടിയോ ഒരു മിനിറ്റ് ജോസഫൈൻ? ഓക്കെ ഓക്കെ ഓക്കെ. മാം ഈ മിഡ് കഴിഞ്ഞിട്ട് കോമ വെക്കണ്ട? മിഡ് കഴിഞ്ഞിട്ട് കോമ വെക്കണം. മിഡ് കഴിഞ്ഞ് കോമ, അടുത്തത് എന്താണ്, ലോ എന്ന് കൊടുക്കുക. എൽസ് അല്ലേ അത്? രണ്ട് ഇഫ് കണ്ടീഷനും ഒരു എൽസും. എനിക്കത് ഫോൾസോ വന്നേ. ഫോൾസോ? ഇങ്ങനത്തല്ലേ കണ്ടീഷൻ കൊടുത്തേ, നോക്കിയേ. ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ കൊടുത്ത കണ്ടീഷൻ? ഒരു മിനിറ്റ് എനിക്ക് കിട്ടിയത് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ക്യാമറ അങ്ങോട്ട് തിരിക്കാൻ എവിടെ പിടുത്തം നിൽക്കുന്നില്ല. കിട്ടിയായിരുന്നോ? അഖിലിന് കിട്ടിയോ? ഇത് കാണാം, ഫോർമുല കാണാവോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ലാപ്പ് അല്ല അല്ലെ? എനിക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഞാനിതിന്റെ ക്യാമറ അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യാൻ എങ്ങനെയാണ് നോർമലി ലാപ്പിൽ എങ്ങനെ കോൾ ചെയ്യാറേ?
ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് വന്നില്ല മാം. കാണാവോ? കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇടാവോ ഉത്തരം? ഫോട്ടോ ഇടാം, ഫോട്ടോ ഇടാം. ജോസഫൈൻ ലാപ്പിലാണോ ചെയ്യുന്നേ? അതെ. എനിക്ക് പ്രസന്റേഷൻ ഒന്ന് ഓണാക്കി കാണിക്കോ? ലാപ്പിൽ തന്നെയാണോ മീറ്റ് ഉള്ളത്? അതെ. അപ്പൊ പ്രസന്റേഷൻ ഒന്ന് ഓണാക്കോ? ഇവിടെ താഴെ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ആരോ ഉണ്ടായിരിക്കും, കണ്ടോ? മീറ്റ് എടുത്തേടാ അവിടെ. ഷെയർ സ്ക്രീൻ ആണോ മാം പറയണേ? തന്നെ ഷെയർ സ്ക്രീൻ. കിട്ടിയായിരുന്നോ? ഫോട്ടോ ഇട്ടായിരുന്നു. ഓക്കെ. കേരള എങ്കിൽ തമിഴ്നാട് എങ്കിൽ ഹിന്ദി. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയോ? കറക്റ്റ് ആട്ടോ. മാം കണ്ടോ മാം? കിട്ടിയോ? അയ്യോ ഇല്ല, ജോസഫൈന്റെ സ്ക്രീൻ കണ്ടില്ല. കാണുന്നുണ്ടോ മാം? ഇല്ലടാ, നോക്കട്ടെ. പ്രസന്റേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ റൈറ്റ് കോർണറിൽ. ഇവിടെയാണ് ചെയ്തത്. മിഡ് ഇവിടെ ഒരു മിഡ് ഒരു തെറ്റ് വന്നിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്. കണ്ടീഷൻ ഇവിടെ എന്തിനാ 2456 കൊടുത്തേ? അത് ഇവിടെ അതല്ലേ നമുക്ക് എന്താ പറയാ, അതാണല്ലോ എന്താ മാം പറഞ്ഞില്ലേ, അതാണല്ലോ നമ്മുടെ കണ്ടീഷൻ. അതല്ല, നമ്മളെ ഈ സെല്ലാണ് സെലക്ട് ചെയ്യുന്നത്. ആ സെല്ലിൽ ഏത് നമ്പർ വന്നാലും നമുക്ക് ഐറ്ററേറ്റ് ചെയ്ത് പോകണം. ഓരോ സെല്ലും നമുക്ക് കണക്കാക്കി പോകണം. അതിന് വേണ്ടിയിട്ടാണ് അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. നമ്പർ അല്ല നമുക്ക് ആവശ്യം. മനസ്സിലായോ? ഈ 2456 അല്ല അവിടെ കൊടുക്കേണ്ടത്. അതിന് പകരം 2456 പകരം കണ്ടോ 5000 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അതല്ലേ ഹൈ വരിക? 2556 വലുത് അതല്ലേ? അപ്പോ ഒരു 4500 അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 4000 അങ്ങാനും കൊടുക്കാം. കൊടുത്തേ ആ നമ്പർ മാറ്റിയിട്ട്. അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു 4000 അല്ലെങ്കിൽ 4500 കൊടുത്തു. ഓക്കെ. ഇപ്പൊ ഫസ്റ്റത്തെ കണ്ടീഷൻ ക്ലിയർ ആയി. ഫസ്റ്റത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. അത് ഇതിനേക്കാളും 4500 വലുതാണെങ്കിൽ ഹൈ വരണം. അതൊരു ഓക്കെ ആണ്. ഞാൻ അടുത്ത ഇഫ് കണ്ടീഷനിൽ എന്ത് കൊടുത്തു? അടുത്ത സെല്ല് എന്ന് പറയുന്നത് ഏതിനേക്കാൾ വലുതായിരിക്കണം? അടുത്ത നമ്പർ കൊടുക്കണ്ടേ? 4500 തൊട്ടും താഴെ. അപ്പൊ ഏതായിരിക്കും? ഒരു 2500 എങ്ങാനും ആണ് എങ്കിൽ അത് മീഡിയം എന്ന് കാണിക്കണം. അതല്ലേ നമ്മുടെ കണ്ടീഷൻ എടുത്തത്. അപ്പൊ നമുക്ക് സെല്ല് മാറ്റി സെലക്ട് ചെയ്യണോ? അല്ലല്ല, ഈ സെല്ല് തന്നെ ഈ 4500 എന്ന് എഴുതിയ പോലെ ഇവിടെ എന്ത് കൊടുക്കണം? 2500 എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുക്കണ്ടേ? ഓക്കെ. അതായത് ഇവിടെ നമ്പർ മാറ്റണം. നമ്പർ എന്ന് കൊടുക്കണം. 2500 എന്നുള്ള നമ്പർ കൊടുത്തോ. ഓക്കെ. അവിടെ 2500 ആണെങ്കിൽ എന്താണ് വരേണ്ടത്? ലോ എന്നാണോ വരണ്ടേ? അല്ല, മിഡ്. മിഡ് കോമ ലോ. ഇനി ഒന്ന് എൻട്രി ചെയ്ത് നോക്കി. ശരിയായി, ലോ ആയി. ഇനി ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. ശരിയായില്ലേ? 5000 അവിടെ ഹൈ ആയിട്ടുണ്ട്. ഫസ്റ്റത്തെ 2456 1250 എന്തായി? ലോ ആയി. പിടികിട്ടിയോ? കിട്ടി. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നന്നായിട്ട്. ഓക്കെ. സ്ക്രീൻ ക്ലോസ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ഇപ്പൊ രണ്ടുപേർക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ജോസഫിൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പോ അഖില് ചെയ്ത പ്രോബ്ലം ഇല്ലേ? ഇപ്പൊ സ്റ്റേറ്റ് കേരള ആണെങ്കിൽ മലയാളം വരണം.
TN ആണെങ്കിൽ തമിഴ്, MH ആണെച്ചെങ്കിൽ എന്ത് വരണം, ഹിന്ദി എന്ന് പറയുന്ന പോലെ കാണിക്കുന്ന ഒരു നെസ്റ്റഡ് ഇഫിന്റെ പ്രോബ്ലം നാളെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം കേട്ടോ. നാളെ അല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ മൺഡേ കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഫംഗ്ഷനിലേക്ക് പോവാം. മാം ഞാൻ അതിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ? എടുത്തോ. ഏതിന്റെ? ക്വസ്റ്റിന്റെ ആണോ? ഓക്കെ, എടുത്തോ. ഈ നെസ്റ്റഡ് ഇഫിന്റെ ഫോർമുല ആണല്ലേ മാം പറഞ്ഞേ? നെസ്റ്റഡ് ഇഫിൽ ചെയ്യണം എന്ത്? കേരള എങ്കിൽ മലയാളം എന്നും, TN ആണ് എങ്കിൽ തമിഴ് എന്നും, MH ആണ് എങ്കിൽ ഹിന്ദി എന്നും വരുന്ന രീതിയിൽ ഒരു നെസ്റ്റഡ് ഇഫ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അടുത്തതാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ എക്സലിലെ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? വി ലുക്കപ്പ്. വി ലുക്കപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ് വി ലുക്കപ്പ്? വെർട്ടിക്കൽ ലുക്കപ്പ്. എന്താ വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പേര് വരാൻ കാരണം എന്നറിയോ? അതെ, ഡാറ്റ വെർട്ടിക്കൽ ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അതിനെ വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്താ പറയാ? എച്ച് ലുക്കപ്പ്. അത് തന്നെയാണ് പറയാ. ഈ ഡാറ്റ കണ്ടോ, ഇതിങ്ങനെ വെർട്ടിക്കലി ആണ് ഡാറ്റ കിടക്കുന്നത്, അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? വെർട്ടിക്കൽ ലുക്കപ്പ് അല്ലെങ്കിൽ വി ലുക്കപ്പ് എന്ന് ഷോർട്ട് ആക്കി പറയണു. ഓക്കെ, ഇതിവിടെ ഞാൻ 2 ടേബിൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും 2 ടേബിൾ അല്ല, 2 ഷീറ്റ് ആയിട്ട് കണക്കാക്കുക. എന്റെ ഇവിടുത്തെ ഒരു ഷീറ്റും ഇവിടുത്തെ ഒരു ഷീറ്റും, അങ്ങനെ 2 ഷീറ്റ് ആയിട്ട് കണക്കാക്കാം. ഞാൻ ജസ്റ്റ് കാണിക്കാൻ എളുപ്പത്തിന് ഒരു ഒറ്റ പേജിൽ ചെയ്തേക്കാണ് കേട്ടോ. അപ്പോ ഈ ഒരു എന്റെ ഫസ്റ്റത്തെ ഷീറ്റിൽ നിന്ന് എനിക്ക് രണ്ടാമത്തെ ഷീറ്റിലേക്ക് എന്ത് കൊണ്ടുവരണം? ഡാറ്റേനെ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? കോപ്പി പേസ്റ്റ് ചെയ്യുമല്ലേ? കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പേജിൽ നിന്ന് ആ പേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ? ഇവിടെ ഞാൻ ABCDEF ഇതാണ് പേരുകൾ. ഈ സെയിം പേരുകളാണ് ഇവിടെ ഉള്ളത് എങ്കിൽ എനിക്ക് കോപ്പി പേസ്റ്റ് സെയിം ഓർഡർ ആണ് എങ്കിലേ ശരിയാവുള്ളൂ. സെയിം പേരുകൾ തന്നെയാണ് ഇവിടെ ഉള്ളെങ്കിലേ ശരിയാവുള്ളൂ. 2 കണ്ടീഷൻ നോക്കേണ്ടി വരും. ഇനി ഈ സെയിം പേരുകൾ തന്നെ ഞാനിവിടെ ഡിക്ക് പകരം ഇവിടെ ഇ എന്ന് കൊടുത്തു, ഇവിടെ ഇക്ക് പകരം ഞാൻ ഡി എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്താലും തെറ്റില്ലേ? തെറ്റ് വരും. അപ്പൊ നമുക്ക് എന്താണ് പ്രശ്നം? അത് രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാണ്ട് നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യേണ്ടി വരും. ഇതാണെങ്കിൽ ഇത് കോപ്പി ചെയ്യാം, ഇതാണെങ്കിൽ ഇത് കോപ്പി ചെയ്യണം. ഓരോന്നും മാനുവൽ പവർ കുറച്ച് കൂടുതലാണ് ചെക്ക് ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഏത് യൂസ് ചെയ്യണം? വി ലുക്കപ്പ് യൂസ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ എനിക്ക് വി ലുക്കപ്പിൽ ഫസ്റ്റത്തെ ഷീറ്റിലെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടേബിളിലെ ഡാറ്റ എന്ന് പറയുന്നതിൽ ഫോൺ നമ്പർ, ഈ ഓരോ വ്യക്തികളുടെ സാലറി ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഫോൺ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെറുതെ നമ്പർ അടിച്ചേക്കാം കേട്ടോ, നിങ്ങൾ ഇഷ്ടമുള്ള നമ്പർ അടിച്ചോ. ഈ നമ്പർ എനിക്ക് ഈ ഷീറ്റിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അതാണ് എന്റെ എയിം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മളൊരു ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ എന്താ ചെയ്യാ? ഈക്വൽ ടു കൊടുക്കണം. ഈക്വൽ ടു കൊടുക്കണം. ഈക്വൽ ടു എന്ത് ചെയ്യാണ്? വി ലുക്കപ്പ്. ഈക്വൽ ടു വി ലുക്കപ്പ്. അതിൽ എന്തൊക്കെയാ പറയുന്നത്? ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതിനെയാണ് ലുക്കപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഏതിനെയാണ്? എ എന്ന് പറയുന്ന വ്യക്തിനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ലുക്കപ്പ് ചെയ്ത ആളുടെ ഫോൺ നമ്പർ ആണ് എനിക്ക് ഇവിടെ വരേണ്ടത് അല്ലെ? അപ്പൊ എന്റെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എന്ന് പറയുന്ന വ്യക്തി ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ ആണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഞാൻ അതിന്റെ ലുക്കപ്പ് വാല്യൂ എ ആയിട്ട് കൺസിഡർ ചെയ്തു. കോമ, അടുത്ത് എന്താ പറയുന്നത്? ടേബിൾ അരേ. ഏത് ടേബിളിൽ നിന്നാണ് നിങ്ങൾക്ക് ലുക്കപ്പ് ചെയ്യേണ്ടത്? ഈ ഒരു ടേബിളിൽ നിന്നല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണു? ടേബിൾ അരേ. അരേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ്? ആ ഒരു ടേബിളിനെ മുഴുവനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഫസ്റ്റത്തെ എന്തായിരുന്നു? ലുക്കപ്പ് വാല്യൂ എന്നാ പറയണത്. വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ നമ്പറാ അല്ലെ? വാല്യൂസ് എന്ന് പറഞ്ഞാലല്ലേ മൾട്ടിപ്പിൾ ആവുള്ളൂ. അപ്പൊ ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞ, അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രം സെലക്ട് ചെയ്തു. പിന്നെന്താ പറഞ്ഞ? ടേബിൾ അരേ എന്നാ പറഞ്ഞത്. അരേ എന്ന് പറയുമ്പോൾ കളക്ഷൻ എന്ന അർത്ഥം. അപ്പൊ ഈ ഒരു ടേബിൾ മുഴുവൻ സെലക്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? കോമ. അടുത്ത് എന്താ പറഞ്ഞത്? കോളം ഇൻഡെക്സ് നമ്പർ.
കോളം ഇൻഡെക്സ് നമ്പർ. നമ്മളോട് കോളം ഏതാന്നല്ല ചോദിച്ചേക്കുന്നത്, കോളത്തിന്റെ ഇൻഡെക്സ് നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കോളത്തിന്റെ ഇൻഡെക്സ് നമ്പർ എത്രയായിരുന്നു? 1, 2, 3, 4. അതെ, 4 നമ്മുടെ ഇൻഡെക്സ് നമ്പർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 4 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുന്നു, കോമ. എനിക്ക് എന്ത് വേണം? പിന്നെന്താ ചോദിച്ചേക്കുന്നത്? ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്രോക്സിമേറ്റ് മാച്ച് വേണോ അല്ല എക്സാക്ട് മാച്ച് വേണോ എന്നാണ് ചോദിച്ചത്. എനിക്ക് ഫോൺ നമ്പർ അപ്രോക്സിമേറ്റ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, എക്സാക്ട് അല്ലേ വേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മൾ എക്സാക്ട് തന്നെ കൊടുക്കാറുള്ളൂ, കാരണം കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റയിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫോൾസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. കണ്ടോ? ഇനി ഞാൻ ജസ്റ്റ് കണ്ടോ, ഇപ്പൊ എനിക്ക് എന്തായി? ഇ എന്ന് പറയുന്ന ആളുടെ നമ്പർ തന്നെയല്ലേ എനിക്ക് അവിടെ കിട്ടിയേക്കണേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടല്ലല്ലോ, കറക്റ്റ് അല്ലേ കിട്ടിയേ? കണ്ടോ? അപ്പൊ എനിക്ക് എന്തായി? ഓർഡർ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെക്ക് ചെയ്യുന്നു? തനിയെ VLOOKUP തന്നെ ഈ വ്യക്തിയാണോ അത് എന്ന് ചെക്ക് ചെയ്യുന്നു. ആളുടെ നമ്പർ മാത്രം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് തരുന്നു. മനസ്സിലായോ? ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ശരിയാവുന്നുണ്ടോ? ചെയ്യാൻ കിട്ടുന്നുണ്ടോ രണ്ടുപേർക്കും? കിട്ടി മാം. കിട്ടി? രണ്ടുപേർക്കും ഉത്തരം കിട്ടി? കൊള്ളാം. അഖിലിന് കിട്ടിയോ? ഉഷാറില്ലല്ലോ അല്ലെ? അഖിലാണ് ഫസ്റ്റ് പറയാറ് കിട്ടിയെന്ന്. ആ ഓക്കെ, ശരി. ഇതില്ലേ ടേബിളിനെ കോൺസ്റ്റന്റ് ആയിട്ട് ഫീഡ് ചെയ്യുന്നല്ലേ കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ അത് മാറിപ്പോകല്ലേ? എന്താന്ന്? ടേബിളറായി അത് നമ്മള് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നല്ലേ കുറച്ചുകൂടെ നല്ലത്? അതല്ലേ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ? കോൺസ്റ്റന്റ് ആയി ചെയ്യുന്നതല്ലേ നല്ലതെന്നോ? എന്താ ഉദ്ദേശിച്ചത്? ശരി, ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ABCDEF അങ്ങനെ കൊടുത്തില്ലേ? ഇപ്പം എഫിന്റെ സ്ഥാനത്ത് എയും എയുടെ സ്ഥാനത്ത് എഫും ഒന്ന് വെച്ച് നോക്കി കറക്റ്റ് വരുമോ നോക്കാം.
എന്റെ സ്ഥാനത്ത് എഫും എഫിന്റെ സ്ഥാനത്ത് എയോ എവിടെ ഇവിടെ ചെയ്താലോ? അവിടെ ചെയ്താല് എഫും എഫിന്റെ സ്ഥാനത്ത് എയും. എന്ത് എറർ വന്നല്ലോ. അത് ബാക്കൗട്ട് അല്ലേ പോകുന്നേ, അതുകൊണ്ടാണ് അവിടെ എറർ കാണിക്കുന്നത്. നമുക്കിപ്പം ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ രണ്ടാമത്തെ ഷീറ്റ് ഇരിക്കുന്നതെങ്കിലോ? ഈ ഒരു ഓർഡറിലാണെച്ചെങ്കിൽ അതിന് വേറെ ലുക്കപ്പാ ചെയ്യാം, കാരണം ഇത് ബാക്കൗട്ട് അല്ലേ പോകുന്നേ. മനസ്സിലായോ? അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വി ലുക്കപ്പിന് വർക്ക് ആവില്ല, അത് വി ലുക്കപ്പിന്റെ ലിമിറ്റേഷൻ ആണ്. അല്ല ചേച്ചി, അത് വർക്ക് ആവും. അതായത് ഫോർമുല ഇല്ലേ, ഇപ്പം അതായത് എഫിന്റെ ഫോർമുല, എഫിന്റെ ആ നമ്പർ നല്ലൊന്ന് ചെക്ക് ചെയ്യാവോ? അതിന്റെ ഫോർമുലയിൽ അവിടെ G42:J48 എന്നല്ലേ? ജിയുടെ അവിടെ ഒരു ഡോളർ സൈൻ കൊടുക്കാവോ? ജി കഴിഞ്ഞിട്ട് ഡോളർ 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 ഡോട്ടല്ല ഡോട്ട് അല്ല, ഡോളർ 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 സൈൻ. ഇനി ജെ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി നോക്കി ഡ്രാഗ് ചെയ്ത് താഴോട്ട്. നോക്കട്ടെ. ഫസ്റ്റ് അത് വെച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്തു. ഒരു മിനിറ്റ് കുറച്ച് സ്ലോ ആ ലാപ്പ്, ചെയ്തതിന് ശേഷം കാണാം. ഇല്ല, ഫസ്റ്റ് തൊട്ട് ഏതൊട്ട്. ഇതെന്താന്നറിയോ? ഈ ഡോളർ സൈൻ എന്തിനാ കൊടുക്കുന്നേന്ന് അറിയോ? അത് മാറാണ്ടിരിക്കാൻ ആ ഫോർമുല. നമുക്ക് സെൽ റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സെൽ റെഫറൻസ് എന്ന് പറയുന്നത് ഇപ്പൊ റിലേറ്റീവ് സെൽ റെഫറൻസ്, അങ്ങനെ കുറച്ച് സെൽ റെഫറൻസ് ഉണ്ട്. ഒരു 3 ടൈപ്പ് ഓഫ് ഉണ്ട്. അതില് റിലേറ്റീവില് വരുന്നതാണ് ഡോളർ സൈൻ. നമ്മളൊരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ അതുണ്ട്, PPT-യിൽ നമ്മൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. ജസ്റ്റ് ഇങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ലുക്കപ്പിന് ശേഷം വി ലുക്കപ്പ് ഓക്കെ ആയെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത് എച്ച് ലുക്കപ്പ് ആണ്. എച്ച് ലുക്കപ്പ് നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ലുക്കപ്പ് ആണ് എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ലുക്കപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്? കുറച്ച് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. KLM, WKY, CLT, മലബാർ. അപ്പോ കേരളം അല്ല, കൂത്താട്ടുകുളം, വടക്കാഞ്ചേരി, കാലിക്കറ്റ്, മുള്ളൂർക്കര, അല്ലെങ്കിൽ മലപ്പുറം. ഓക്കെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് കിലോമീറ്റർ ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലം എനിക്ക് ഈ കിലോമീറ്റർ എവിടേക്ക് കൊണ്ടുവരണം? ഇവിടേക്ക് കൊണ്ടുവരണം, ഈ ഒരു ടേബിളിലേക്ക് കൊണ്ടുവരണം. ഞാൻ ഇത് കളയാണ്. അപ്പൊ എന്റെ ഡാറ്റ ഇപ്പൊ എങ്ങനെയാ കിടക്കുന്നേ? ഹൊറിസോണ്ടൽ ആയിട്ടാ കിടക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന ഈ ഡാറ്റനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈ ഒരു ടേബിളിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലുക്കപ്പ് ഏതായിരിക്കും? എച്ച് ലുക്കപ്പ്. കാരണം നമ്മുടെ ഡാറ്റ ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഹൊറിസോണ്ടൽ ലുക്കപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു എച്ച് ലുക്കപ്പ് അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലുക്കപ്പ് വാല്യൂ ഏതായിരിക്കും? ലുക്കപ്പ് വാല്യൂ ഏതായിരിക്കും? KLM സെലക്ട് ചെയ്യുന്നു, കോമ ടേബിൾ അറേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ടേബിളിനെ സെലക്ട് ചെയ്യണം, കോമ. പിന്നെ എന്ത് വേണം? റോ ഇൻഡെക്സ് നമ്പർ. എത്രാമത്തെ റോയിൽ വരുന്ന ഡാറ്റയാണ് എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്? രണ്ടാമത്തെ റോ അല്ലേ? 1, 2. അപ്പൊ ഞാൻ 2 എന്ന് കൊടുക്കുന്നു, കോമ എന്ത് ചെയ്യുന്നു? എക്സാക്ട് മാച്ച് ഫോൾസ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, വി ലുക്കപ്പ് പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു?
നമ്മുടെ ഡാറ്റ വെർട്ടിക്കലിന് പകരം ഹൊറിസോണ്ടലാക്കി ചെയ്യുന്നു. ഒന്ന് ചെയ്ത് നോക്കിയേ. മാം ഫോർമുലയിൽ ഫസ്റ്റ് കൊടുത്ത ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് KM ആണോ കൊടുത്തത്? ഇത് KM അല്ല, KLM. ഓക്കെ. സ്ഥലം അല്ലല്ലോ, കിലോമീറ്റർ എന്നുള്ളതല്ലോ. ഏത് സ്ഥലത്തിനെയാണ് നമ്മൾ ലുക്കപ്പ് ചെയ്യുന്നതെന്നല്ലേ നോക്കുന്നേ? ആ സ്ഥലത്തിന്റെ എത്ര കിലോമീറ്റർ എന്നല്ലേ? അപ്പൊ ലുക്കപ്പ് വാല്യൂ ആ സ്ഥലത്തിന്റെ പേരായിരിക്കുമല്ലോ. കിട്ടിയോ? ഓക്കെ. ജോസഫിനെ കിട്ടിയ മോനെ? കിട്ടി മാം. ഓക്കെ. അപ്പൊ നമുക്ക് വി ലുക്കപ്പും കണ്ടു, എച്ച് ലുക്കപ്പും കണ്ടു. ഓക്കെ. ഈ രണ്ട് ലുക്കപ്പുകളായിരുന്നു ഏറ്റവും ആദ്യം തൊട്ട് നമ്മൾ യൂസ് ചെയ്തായിരുന്ന രണ്ട് ലുക്കപ്പ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ലുക്കപ്പ്, ഹൊറിസോണ്ടൽ ലുക്കപ്പ്. അത് കൂടാതെ വേറൊരു ലുക്കപ്പ് ഉണ്ട്, എക്സ് ലുക്കപ്പ്. കേട്ടിട്ടുണ്ടോ? എക്സ് ലുക്കപ്പ് കേട്ടിട്ടുണ്ട്. എക്സ് ലുക്കപ്പോ? എക്സ് ലുക്കപ്പ് കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. ലുക്കപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, എക്സിന്റെ അറിയില്ല. എക്സ് ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ലുക്കപ്പ് കൂടി ഉണ്ട്. എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത് വി ലുക്കപ്പിന്റെ ലിമിറ്റേഷൻസ് കാരണം കൊണ്ട് മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വേറൊരു ലുക്കപ്പാണ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. വി ലുക്കപ്പിന്റെ ലിമിറ്റേഷൻസ് കാരണം കൊണ്ട് മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലുക്കപ്പാണ് എക്സ് ലുക്കപ്പ്. അപ്പൊ എന്തായിരിക്കും വി ലുക്കപ്പിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം? ലുക്കപ്പ് ചെയ്യണം. അപ്പൊ ഇതിപ്പോ എങ്ങനെയാ കിടക്കുന്നത്? വെർട്ടിക്കൽ അല്ലേ? വെർട്ടിക്കൽ കിടക്കുന്ന ഡാറ്റയാണ്. എനിക്ക് ലുക്കപ്പ് ചെയ്യേണ്ടത് എന്താണ്? ഈ ID ആണ്, ഈ ആളുകളുടെ ID ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് വി ലുക്കപ്പ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഈക്വൽ ടു വി ലുക്കപ്പ്. എന്ത് ചെയ്യുന്നു? അവളുടെ പേര് ജോൺ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു, കോമ ടേബിൾ അറേ, കോമ കോളം ഇൻഡെക്സ് നമ്പർ. കോളം ഇൻഡെക്സ് നമ്പർ എനിക്ക് എന്താണ്? ID എന്ന് പറഞ്ഞ ഒന്നാമത്തെ കോളം അല്ലേ? ഞാൻ 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു, കോമ എക്സാക്ട് മാച്ച്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻട്രി ചെയ്യുന്നു. കണ്ടോ എന്ത് പറ്റി? എനിക്ക് എറർ വന്നല്ലേ? നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ വെർട്ടിക്കലായി ചെയ്തപ്പോ എന്ത് വന്നു? എറർ വന്നു. കാരണം എന്താണെന്നറിയോ? വി ലുക്കപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ബാക്കൗട്ട് വാല്യൂസിന് സെലക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാക്കൗട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ലുക്കപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോ നമ്മളുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്ന നെയിം ആയിരുന്നു. നമുക്ക് ലുക്കപ്പ് ചെയ്ത് നമുക്ക് എടുക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ID ആണ്.
അപ്പൊ നമ്മുടെ ലുക്കപ്പ് വാല്യൂന്റെ പിന്നിലോട്ടാണ് എന്ത് പോകുന്നത്, ഫംഗ്ഷൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, വി ലുക്കപ്പിന് അത് ചെയ്യാൻ പറ്റില്ല, ബാക്കോട്ട് ലുക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ചേച്ചി അതിന് ജോൺ ആയിട്ടില്ല, പക്ഷെ ആദ്യത്തെ പേര് ജോൺ തന്നെയല്ലേ കിടക്കുന്നത്? അതെ, ആദ്യത്തെ പേര് ജോൺ എന്നാണ് കിടക്കുന്നത്. മറ്റേ എക്സ് ലുക്കപ്പിന് ആ ടേബിളിലും ജോൺ തന്നെയല്ലേ കിടക്കുന്നത്? അതെ. അപ്പൊ അതെങ്ങനെ ബാക്കിലോട്ട് അയക്കും എന്നോടൊന്ന് പറയാമോ? ജോൺ എന്ന് പറയുന്ന പേരിനെ അല്ല നമ്മൾ എടുക്കാൻ നോക്കുന്നത്, ഐഡിനാണ് എടുക്കാൻ നോക്കുന്നത്. ജോണിന്റെ ID 912. ആ നോക്കിയേ, ജോൺ ഇവിടെ അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇവിടെ അപ്പൊ ചെയ്തത്, ഞാൻ ഇവിടെ ചെയ്തത് ഈക്വൽ ടു വി ലുക്കപ്പാ ചെയ്ത് നോക്കിയത്. വി ലുക്കപ്പിന്റെ ലിമിറ്റേഷൻ കാണിച്ചു തരാനായിരുന്നു. വി ലുക്കപ്പ് എടുത്തു, ജോൺ എന്ന് പറയുന്ന പേര് സെലക്ട് ചെയ്യുന്നു, ജോണിനെയാണ് ഞാൻ ലുക്കപ്പ് ചെയ്യുന്നത്, ജോണിന്റെ ID ആണ് എനിക്ക് കിട്ടേണ്ടത്. ആ കോമ ഞാൻ എന്ത് കൊടുത്തു, ടേബിൾ അറേ സെലക്ട് ചെയ്തു, കോമ കോളം ഇൻഡെക്സ് നമ്പർ എത്രയാണ് നമുക്ക് ലുക്കപ്പ് ചെയ്യേണ്ട നമ്പർ, ID ഏതാണ്, ഫസ്റ്റത്തെ കോളം അല്ലേ. അപ്പൊ 1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു, കോമ അടുത്തെന്താണ് എക്സാക്ട് മാച്ച്, എനിക്ക് ജോണിന്റെ അതേ ID കറക്റ്റ് ആയിട്ട് വേണം. അപ്പൊ ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഫോൾസ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. കണ്ടോ? പക്ഷെ മാം അതെന്താ 1 കൊടുത്ത്, നമ്മള് വി ലുക്കപ്പ് ചെയ്തപ്പോ അതില് 4 കോളംസ് നോക്കിട്ട് നമ്മള് 4 കോളംസിന്റെ കൗണ്ട് എടുത്തിട്ടല്ലേ വെച്ച്? അല്ല, നമ്മൾ 4 കോളംസ് എന്നല്ല നമ്മൾ ഇവിടെ നോക്കിയേ, 4ാമത്തെ കോളത്തിലായിരുന്നു എന്തുണ്ടായിരുന്നത്, ഫോൺ നമ്പർ ഉണ്ടായിരുന്നത് അല്ലേ. എവിടെയായിരുന്നു അത്, ഇതല്ലേ, ഈ കോളത്തിൽ 4ാമത്തെ കോളത്തിലായിരുന്നു എന്ത്, ഫോൺ നമ്പർ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് 4 എന്ന് കൊടുത്തത്. അങ്ങനെ അങ്ങനെയായിരുന്നു അത്, മനസ്സിലായോ? ഇപ്പൊ എനിക്ക് സാലറി ആണ് ലുക്കപ്പ് ചെയ്ത് എടുക്കേണ്ടെങ്കിൽ ഞാൻ എന്താ കൊടുക്കേണ്ടത്, 2 അല്ലേ കൊടുക്കുക, 1 2 2 എന്ന് പറയുന്നതായിരിക്കും, മനസ്സിലായോ? അപ്പൊ അതേപോലെ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, എനിക്ക് ID ആണ് ലുക്കപ്പ് ചെയ്ത് എടുക്കേണ്ടത്. അവിടെ ID എടുക്കുന്ന ഏതാ, ഫസ്റ്റത്തെ കോളത്തിലാണ്. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ കോളത്തിന്റെ ഇൻഡെക്സ് നമ്പർ കൊടുത്തു 1 എന്ന്. അപ്പൊ എനിക്ക് എന്ത് വന്നു, എറർ വന്നു. പിടി കിട്ടിയോ? കിട്ടി കിട്ടി. അഖില കിട്ടിയോ മോനെ? കൺഫ്യൂഷൻ ആയോ? ഇല്ല, ഞാൻ കാരണം ഈ കോളത്തിൽ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോളത്തിൽ 2ലും ജോൺ എന്നുള്ള പേരല്ല ഒന്നാമതിരിക്കുന്നത്. അപ്പൊ അത് ബാക്കിലോട്ട് ആ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോ ജോൺ എന്ന് പറയുന്ന പേര്, നെയിം എന്ന് പറയുന്ന 2ാമത്തെ കോളമാണ്. നമുക്ക് കിട്ടേണ്ട ആൻസർ റിട്ടേൺ അറേ എന്ന് പറയുന്നത് എവിടെയാണ്, 1ാമത്തെ കോളമാണ്. അപ്പൊ ബാക്കിലോട്ടല്ലേ പോകുന്നേ? അങ്ങനെ ബാക്കിലോട്ടല്ലേ? അങ്ങനെ ബാക്കിലോട്ടാ പോകുന്നത്. അതുകൊണ്ടാണ് വി ലുക്കപ്പ് വെക്കുമ്പോൾ വെർട്ടിക്കലാണ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അത് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കുകയാണ്, വി ലുക്കപ്പിന് അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായി അല്ലേ, അവിടെ ലിമിറ്റഡ് ആണ് വി ലുക്കപ്പ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നെങ്കിൽ നമുക്ക് കിട്ടിയേനെ അല്ലേ? ഡിപ്പാർട്ട്മെന്റാ നോക്കി വെച്ചെങ്കിൽ കിട്ടും, കാരണം അത് മുന്നിലല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ എക്സ് ലുക്കപ്പ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ്, ഈക്വൽ ടു എക്സ് ലുക്കപ്പ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് നോക്കുകയാണ്, ലുക്കപ്പ് വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, ജോൺ സെലക്ട് ചെയ്യുന്നു, കോമ ലുക്കപ്പ് അറേ, ജോൺ ഉള്ള അറേ സെലക്ട് ചെയ്യുന്നു, കോമ എന്താണ് റിട്ടേൺ അറേ, എനിക്ക് റിട്ടേൺ ആയിട്ട് ഉത്തരം കിട്ടേണ്ടത് ഏതാണ്, ഫസ്റ്റത്തെ അല്ലേ. അപ്പൊ ഞാൻ ആ ഒരു റിട്ടേൺ അറേ സെലക്ട് ചെയ്യുന്നു. ഞാൻ അത് മുഴുവൻ സെലക്ട് ചെയ്യാൻ കാരണം അരേ നാട്ടോ ഇവിടെ ചോദിച്ചേക്കണേ, ലുക്കപ്പ് വാല്യൂ ജോൺ ആയിരുന്നു, ലുക്കപ്പ് അരേ. അപ്പൊ ലുക്കപ്പ് അരേ എന്ന് പറഞ്ഞാൽ നെയിം ഉള്ള അരേ ഞാൻ സെലക്ട് ചെയ്തു, റിട്ടേൺ അരേ ഉത്തരം കിട്ടേണ്ട അരേ ഞാൻ സെലക്ട് ചെയ്തു. അത്ര ചെയ്താൽ മതി. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. കണ്ടോ? ശരി. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അതില് ഇഫ് നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുക, അതൊന്നും ചെയ്യണ്ട, അതുവരെ ചെയ്താൽ മതി. ഈക്വൽ ടു എക്സ് ലുക്കപ്പ്.
കിട്ടിയോ? ചെയ്തു ചെയ്തു. എനിക്ക് എക്സ്ലിക്കപ്പ് കാണിക്കുന്നില്ലല്ലോ. ആണോ? ചില ലാപ്പിൽ എക്സ് ലുക്കപ്പ് കാണിക്കില്ല. പഴയ എക്സൽ ആണോ യൂസ് ചെയ്യുന്നേ? അതാ എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത് പുതിയതായിട്ട് മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നാ. അപ്പൊ ചില ലാപ്പിൽ കാണിക്കില്ല കേട്ടോ. ഇല്ല ഇല്ല, അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ അക്കൗണ്ട് ഏതാ ഉള്ളത്? എക്സൽ ഏതാ അക്കൗണ്ട് കിടക്കുന്നേ നോക്കി നോക്കി. ഫയലില് ഈ മോറില് അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്റെ കണ്ടോ 2021 വേർഷൻ വരുന്നത്. ഫയലില് മോറില് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഉണ്ടാവും. മാം റിട്ടേൺ എന്തായിരുന്നു ചോദിച്ചേ? റിട്ടേൺ അറിയ കഴിഞ്ഞിട്ട് പിന്നെന്താ? ഇഫ് നോട്ട് ഫൗണ്ട് മാച്ച് മോഡൽ സെർച്ച് മോഡൽ ഒക്കെ കാണിക്കുന്നത്. ഒരു മിനിറ്റ്. ഇഫ് നോട്ട് ഫൗണ്ട് ചെയ്യണ്ട, അതുവരെ ചെയ്താൽ മതി. റിട്ടേൺ അറേ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 2019 ആണ്. എന്നാലും കിട്ടും. 2019 കിട്ടാറുണ്ടല്ലോ. 2019 കിട്ടും. 2016 കിട്ടാറുണ്ട്. 16, 17 കിട്ടാറുണ്ട്. കിട്ടി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ബാക്കി 2 ലുക്കപ്പ് പോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അങ്ങനെ എക്സ് ലുക്കപ്പ് കിട്ടില്ലെങ്കിൽ ഇനി 1-2 സാധനം കൂടി ഇങ്ങനെ വരാനുണ്ട് കേട്ടോ. നോക്കാം. നമുക്ക് അതും കൂടി കിട്ടിയില്ലെച്ചെങ്കിൽ എന്ത് ചെയ്യും? ഓഫീസിൽ ലാപ്പ് വേറെ ഉണ്ടോ? ജസ്റ്റ് അവിടെ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ തന്നെയാണോ നമ്മൾ ഇന്നലെ ചെയ്തേന്നൊക്കെ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഓക്കെ. അടുത്തതാണ് എന്ത്? മിനിമവും മാക്സിമവും. അത് നമുക്ക് അറിയാം, പക്ഷെ അത് ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഇപ്പം എന്റെ സാലറി കുറെ ഉണ്ട്. ഇതിൽ മിനിമം ഏതായിരിക്കും? 1234 വരും. മാക്സിമം എന്ത് വരും? ഇതില് 4567 വരും. എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഞാൻ ഫംഗ്ഷൻ വെച്ച് കാണിച്ചു തരാം. ഈക്വൽ ടു മിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, നമ്മുടെ സാലറി റേഞ്ച് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. മിനിമം ഈക്വൽ ടു മാക്സ് എന്ന് കൊടുക്കുന്നു, മാക്സിമം തന്നെ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു, സാലറി സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പൊ അതിൽ മാക്സിമം കിട്ടും. ഇതിപ്പോ കുറച്ച് നമ്പർ ഉള്ളപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഒരുപാട് ഡാറ്റ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കുറച്ചും കൂടി ഹെൽപ്പ് ആയിരിക്കും. ഫോർമുല അപ്ലൈ ചെയ്ത് ഈക്വൽ ടു മിൻ എന്ന് കൊടുത്താൽ മിനിമം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ സാലറിയുടെ റേഞ്ച് മുഴുവൻ സെലക്ട് ചെയ്യാം, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. കിട്ടിയോ? ഇത് മിനിമം മാക്സിമത്തിന്റെ ഫോർമുല. അതെ, ഫംഗ്ഷൻ. ഫോർമുല അല്ല, ഫംഗ്ഷൻ. ഈക്വൽ ടു മാക്സ് എന്ന് കൊടുക്കുന്നു, മാക്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും സാലറിയുടെ റേഞ്ച് മുഴുവൻ സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പൊ മാക്സിമം കിട്ടി. അതായത് ഹൈയസ്റ്റ് കാണിക്കുന്നത്. ഹൈയസ്റ്റ് കാണിക്കും, ലോസ്റ്റും ഹൈയസ്റ്റും കാണിക്കും.
കിട്ടിയോ? എളുപ്പമല്ലേ അത്, മിനിമവും മാക്സിമം ഒക്കെ. അപ്പൊ നമ്മൾ ഏതൊക്കെ ഫങ്ഷൻസ് ഇന്ന് നോക്കി ഓർത്തേ ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് നോക്കി ചേച്ചി. മാം അത് സ്റ്റേറ്റ് വൈസ് ആണോ നോക്കുന്നത്? അല്ലടാ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. നമ്മള് സാലറി മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക ചെയ്തുള്ളൂ. എന്നിട്ട് എൻ്റർ ചെയ്തു. അപ്പൊ ആ 1 2 3 4 എമൗണ്ട് അത് കഴിഞ്ഞ് അതിന് നമ്മൾ ഡ്രാഗ് ചെയ്യണോ? വേണ്ട, അതല്ലേ മിനിമം. പിന്നെ താഴത്തേക്കൊന്നും ഇല്ലല്ലോ. ഏറ്റവും മിനിമം നമ്മൾ ആ സംഖ്യയിലത്തെ ഏതാന്ന് കണ്ടുപിടിക്കല്ലേ ചെയ്തത്. അപ്പൊ അതൊരൊറ്റ നമ്പറല്ലേ ഉണ്ടാവുള്ളൂ. മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നമ്പർ അല്ലേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ പിന്നെ ഡ്രാഗ് ചെയ്യണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഇത് 2 3 വട്ടം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചെന്താണ്. ഒറ്റ നമ്പറേ കിട്ടുള്ളൂ. കിട്ടിയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെ ഫങ്ഷൻസാ പഠിച്ചതെന്ന് ഓർത്തേ. നമ്മൾ കുറച്ച് ഫങ്ഷൻസിലൂടെ പോയി. ഏതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയേ? വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്, പിന്നെ ഏതായിരുന്നു? മിനിമം മാക്സിമം. മിനിമം മാക്സിമം, മിനിമം മാക്സിമം, പിന്നെ നെസ്റ്റഡ് ഇഫ്. എന്തായിരുന്നു നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാല്? പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന് റാപ്പിഡ്. നെസ്റ്റഡ് ഇഫില് ഒരു 2 കണ്ടീഷനുകളുടെ വേറെ കണ്ടീഷൻ വെച്ച് നമ്മൾ നോക്കുന്നത്. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് നെസ്റ്റഡ് ഇഫ്. ഓക്കെ. എന്താ മിനിമം ഫംഗ്ഷൻ? മിനിമം ഡേറ്റ കാണിക്കുന്നത്, മിനിമം ആയിട്ടുള്ള എമൗണ്ട് കാണിക്കുന്നത്. എന്താ മാക്സിമം? മാക്സിമം ആയിട്ടുള്ളത് കാണിക്കുന്നത്. മാക്സിമം ആയിട്ട് കാണിക്കുന്നത്. വി ലുക്കപ്പ് എന്തായിരുന്നു? ഇതിലൊക്കെ വെർട്ടിക്കൽ ആയിട്ട് നമ്മളെ ഡേറ്റ ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ല. പറഞ്ഞോ. വെർട്ടിക്കൽ ആയിട്ടുള്ള ഡാറ്റനെ ലുക്കപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. എന്തായിരുന്നു എച്ച് ലുക്കപ്പ്? ഹൊറിസോണ്ടൽ ആയിട്ട് ഡേറ്റനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. അപ്പൊ എക്സ് ലുക്കപ്പ് എന്തായിരുന്നു? അതെ, ബാക്കിലേക്ക് പോകുമ്പോൾ വി ലുക്കപ്പിന് ലിമിറ്റേഷൻസിന് എന്ത് ചെയ്യാൻ വേണ്ടിട്ട്, കവറപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ലുക്കപ്പ് ആണ് എക്സ് ലുക്കപ്പ്. ഓക്കെ. അങ്ങനെ വെച്ചാൽ കൗണ്ട് ഇഫ് എന്താ? കൗണ്ട് ഇഫ് വേഗം പറ. കൗണ്ട് ഇഫ് എന്താ? കൗണ്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ഫംഗ്ഷൻ കൊടുക്കുക, അത് മാത്രം കൗണ്ട് ചെയ്യുക. ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷനിലുള്ളതിനെ മാത്രം കൗണ്ട് ചെയ്യുക. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇന്നത്തെ എവിടെയും ഡൗട്ട് ഇല്ലല്ലോ? ഇപ്പൊ ഡൗട്ട് വന്നാ? പോവണ്ട, ജസ്റ്റ് ഇങ്ങനെ ബ്രഷപ്പ് ചെയ്ത് വരിക. ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും.
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി ഫങ്ഷൻസ് എടുത്താൽ ബുദ്ധിമുട്ടാവോ? മാം ഇത്ര മതിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ചെറിയ ചെറിയ ഫങ്ഷൻസാ. ഓക്കെ, നമുക്ക് ഫങ്ഷൻസ് ഇവിടെ വെച്ച് നിർത്താം. ഇത് നമ്മളിതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ടല്ലേ ഇത്ര. ഇൻ കേസ് ഇതിപ്പോ കമ്പനീസിലാണെങ്കിൽ മൾട്ടിപ്പിൾ കോളം എന്താ പറയാ റോസ് ഒക്കെ ഉണ്ടാവില്ലേ? മൾട്ടിപ്പിൾ റോസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ഷീറ്റുകൾ അല്ലേ? അഖിലിന് അങ്ങനെയല്ലേ? ഒരുപാട് ഷീറ്റ് ഒക്കെ ഇല്ലേ അഖിലെ വർക്ക് ചെയ്യുമ്പോ? ഒരുപാട് ഉണ്ടാവും. നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ചെയ്ത് 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 പഠിച്ച് ഒരുപാട് വലിയ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ 2 മണിക്കൂറൂടെ ഫോർകാസ്റ്റിംഗ് നോക്കിയായിരുന്നോ? ജോസഫിൻ നോക്കിയായിരുന്നോ ഫോർകാസ്റ്റ് എങ്ങനെ ചെയ്തേന്ന്? ഇന്നലത്തെ റെക്കോർഡ് സെക്ഷൻ കണ്ടില്ലായിരുന്നോ? അത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നെ. മുഴുവൻ നോക്കാൻ. ഞാൻ ജസ്റ്റ് മെയിൻ ആയിട്ട് മാം ആ വർക്ക് തന്നപ്പോ അതൊന്ന് ജസ്റ്റ് നോക്കി വേഗം. എങ്ങനെ അഖില എങ്ങനെ ജോസഫിൻ എങ്ങനെ ചെയ്തു കൊടുക്കാന്നേ? അഖില എങ്ങനെയാ ഇത് ചെയ്യാ? ഓർമ്മയുണ്ടോ ഫോർകാസ്റ്റ് ചെയ്യാന്ന് എങ്ങനെയാന്ന്? അപ്പൊ നമ്മളിപ്പോ ഒരു 5 വർഷത്തെ ഡാറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർകാസ്റ്റിംഗ് ഉൾപ്പെടെ അതിന്റെ അടുത്ത 5 വർഷം കൂടെ വേണേൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ ചെയ്യാ? അതിനകത്ത് അതായത് നമ്മുടെ ഡേറ്റ ഇപ്പൊ 2010 തൊട്ട് 2020 വരെയുള്ള ഇയേഴ്സും സെയിൽസും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഡേറ്റയ്ക്കകത്ത് പോയിട്ട് ഫോർകാസ്റ്റ് ഷീറ്റിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നമുക്ക് ഗ്രാഫ് വരെ അല്ലെങ്കിൽ ബാർ ചാർട്ട് പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. പിന്നെ താഴെ പോയിട്ട് അതിന്റെ ഇയർ എവിടം വരെയാണോ വേണ്ടത് ആ ഇയർ സെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പത്തേക്കിന് നമുക്ക് അടുത്ത 5 വർഷം അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു അപ്രോക്സിമേറ്റ് ഫിഗറും കിട്ടും. അതോടൊപ്പം തന്നെ എന്തുവാ ഒരു കോൺഫിഡൻസ് ഇന്റർവെല്ലും കിട്ടും. അതായത് അത്രയും കൂടെ കൂടാം അല്ലെങ്കിൽ അത്രയും കൂടെ കുറയാം. കിട്ടിയോ? ജോസഫിന് മനസ്സിലായോ എന്താ ചെയ്തേന്ന്? മനസ്സിലായി. അതായത് ഒരു ഗിവൺ ഡേറ്റ അതിന് നമ്മൾ സെലക്ട് ചെയ്ത് ഫോർകാസ്റ്റ് ഓപ്ഷനിൽ പോയി ഫോർകാസ്റ്റ് അല്ല, ഡാറ്റയിൽ പോകുമ്പോൾ ഫോർകാസ്റ്റ് ഷീറ്റ് ഉണ്ടാവും. ഡേറ്റയിൽ പോയിട്ട് ഫോർകാസ്റ്റ് ഷീറ്റ് ഓപ്പൺ ചെയ്താൽ അത് ബാർ വൈസ് ആയിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഗ്രാഫ് ആയിട്ട് നമുക്ക് ലൈൻ ചാർട്ട് ആയിട്ട് നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ഡാറ്റ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടിട്ട്. ഓക്കെ, അപ്പോ ഫങ്ഷൻസ് നമുക്ക് നിർത്താം. ഫങ്ഷൻസ് നാളെ ഇനി അടുത്ത ദിവസം കുറച്ച് നോക്കാം. ഒരുപാട് എടുത്ത് ബുദ്ധിമുട്ടിക്കില്ല. മിനിമം മാക്സിമം അല്ല, ഞാൻ കുറച്ചും കൂടി എടുക്കാന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു ഫങ്ഷൻസ്. കുഴപ്പമില്ല. അല്ലല്ല, ഞാൻ ക്ലാസ് നിർത്തി പോവല്ല, ഫങ്ഷൻസിന്റെ കാര്യം പറഞ്ഞതാ. ഓക്കെ, അടുത്തത് നമുക്ക് വേറൊരു തരത്തിലുള്ള പ്രോബ്ലം നോക്കാം. ഫങ്ഷൻസ് അവിടെ നിൽക്കട്ടെ, ഫങ്ഷൻസ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, അടുത്തതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞ ടേം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാറ്റ വാലിഡേറ്റ് ചെയ്തിരുന്നു, ഡാറ്റ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അപ്പൊ ഡാറ്റ വാലിഡേഷൻ? ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞു ടേബിൾ. അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡേറ്റ് വാലിഡേഷൻ വരുന്നത്? എങ്ങനെയാ? 1/1/2011 തൊട്ട് 30/1/2011 വരെ എന്നുള്ളതാണ് ഞാൻ കണ്ടീഷൻ കൊടുത്തേക്കണത്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ നമ്പർ കൊടുക്കുകയാണ്. എന്ത്? 2/1/2011. എനിക്കവിടെ എൻ്റർ ചെയ്യാൻ പറ്റി. 3/1/2011. പിന്നെ എത്രയായിരുന്നു? 4/1/2011 എൻ്റർ ചെയ്യാൻ പറ്റി അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് ഒരു 27/1/2011 എൻ്റർ ചെയ്യാൻ പറ്റി. കാരണം നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാ? 1 തൊട്ട് 30 വരെയുള്ള എന്ത് കൊടുത്താലോ, 1/1/2011 തൊട്ട് 30/1/2011 വരെയുള്ള എന്തും കൊടുക്കാം. എങ്കിൽ ഞാൻ നോക്കുകയാണ് എന്ത്, എനിക്ക് 2/2/2011 കണ്ടാ എറർ മെസ്സേജ് വന്നത്? കണ്ടോ? ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡാറ്റ അവിടെ നിന്ന് റിമൂവ് ആക്കേണ്ടി വരും. ഇനി ഞാൻ ഡേറ്റ് വെറുതെ ഞാൻ 2
1/2012 എന്ന് കൊടുത്തു വിചാരിക്കാം. കണ്ട, അപ്പോഴും എറർ മെസ്സേജ് വന്നു. കാരണം എന്താണ്, നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? 1/1/2011 തൊട്ട് 30/1/2011 വരെയുള്ള ഡേറ്റ് മാത്രമേ ഈ ഒരു സെറ്റിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ കണ്ടീഷൻ. അപ്പൊ അതിന് ആ നമ്പേഴ്സ് മാത്രമേ ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ പുറത്ത് കൊടുക്കാം. പുറത്ത് ഞാൻ കൊടുക്കുകയാണ് 1/2/2012. കുഴപ്പമില്ല, അവിടെ എൻ്റർ ആയി. പക്ഷെ ഈ ഒരു സ്പേസിൽ ഞാൻ എന്ത് ചെയ്തിട്ടൊക്കെയാണ്, ഒരു കണ്ടീഷൻ കൊടുത്ത് വാലിഡേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ എന്ത് കൊടുത്താലും അവരെന്ത് ചെയ്യും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. വാലിഡേഷൻ റൂൾ അവിടെ നടക്കും. അപ്പൊ എന്താണ്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് കാണിക്കും? എറർ മെസ്സേജ് കാണിക്കും. നമുക്ക് അവിടെ ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇതിനെയാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ടേബിളിൽ ഞാൻ ചെയ്തേക്കുന്നത് എന്താണ്, അവിടെ ഞാൻ കൊടുത്തേക്കുന്നത് വോൾ നമ്പർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, 1 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സ് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ 4, 5, 6, 7, 8 78 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തപ്പോ എന്തായി, അവിടെ എറർ കാണിച്ചു. കണ്ടോ? അതേപോലെ ഞാൻ വേറെ റൂൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, സ്ട്രിങ്ങിന്റെ ലെങ്ത് 1 തൊട്ട് 10 വരെ, 1 തൊട്ട് 10 വരെയുള്ള ലെങ്ത് ഉള്ള ഏത് സ്ട്രിങ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതിന് കൂടുതലാവുമ്പോൾ പറ്റില്ല. ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്. എത്രയായി? 3, 6, 9, 10 വന്നു. ഇനി ഞാൻ ഇവിടെ ഒന്നും കൂടി ടൈപ്പ് ചെയ്തിട്ട് ഒരെണ്ണം കൂടി കൊടുക്കുകയാണ്. കണ്ടോ? അപ്പൊ സ്ട്രിങ്ങിന്റെ ലെങ്ത്തിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ഈ ഒരു ഇതില്, ഈ ഒരു സെറ്റിൽ, ഈ ഒരു ടേബിളിൽ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, വേറെ ഒന്നും ടൈപ്പ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് വേണം, ഇവിടെ വേറെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 2 വാക്കുകളല്ലാതെ വേറൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടി ഒരു ഡ്രോപ്പ് ഡൗൺ അവിടെ സെറ്റ് ചെയ്തൊക്കെയാണ്. ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, കാറ്റ് അല്ലെങ്കിൽ എനിക്ക് എന്താ കൊടുക്കാൻ പറ്റുള്ളൂ, ബാറ്റ്. ഈ 2 മാത്രമേ അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഡാറ്റ വാലിഡേഷൻസ് ആണ്. കിട്ടിയോ? ഇങ്ങനെ ഒരുപാട് ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്തേ നോക്കാം നമുക്ക്. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, നമുക്കിങ്ങനെ ടേബിൾ ആക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ടേബിൾ ആക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ഏത് സ്പേസിലൊക്കെ ഞാൻ ചെയ്തേക്കണമെന്ന് എനിക്ക് കാണിച്ചു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ ആക്കിയതാണ്. നമുക്ക് ടേബിൾ ഒന്നും ഇല്ലാതെ വെറുതെ ബ്ലാങ്ക് സ്പേസിലും ചെയ്യാം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തെങ്ങാനും ആയിരിക്കും എറർ മെസ്സേജ് വരിക, എവിടെ ചെയ്തെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഞാനൊരു സ്പേസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ബോർഡ് കൊടുത്തു. ഫസ്റ്റ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റൂൾ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാറ്റ എന്ന് പറയുന്ന റിബണിലേക്ക് പോകണം. ഓക്കെ, ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഡാറ്റ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇവിടെ ഇങ്ങനെ ടേബിൾ കാണും. കണ്ടോ, 2 ടേബിളും അതിലൊരു വാലിഡേഷന്റെ ചിഹ്നം, ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടോ. ഇവിടെയാണ് എന്ത് നമ്മൾ ചെയ്യേണ്ട ഇതായിരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഞാൻ ഈ സ്പേസ് ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഞാൻ ഇവിടെ തൊട്ട് ഇതുവരെ സെലക്ട് ചെയ്തു, ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്തു. അതിലെന്താണ് അലോ ചെയ്യാനായിട്ട് പറയുന്നത്, എനി വാല്യൂസ്. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എന്ത് കൊടുക്കുകയാണ്, എനി വാല്യൂസ് സെലക്ട് വേണ്ട, എനി വാല്യൂസ് വേണ്ട, വോൾ നമ്പർ എന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വോൾ നമ്പർ അതിൽ ഞാൻ എന്ത് കൊടുക്കുക, മിനിമം വാല്യൂ ആയിട്ട് ഞാനൊരു 20 എന്ന് പറയുന്നത് കൊടുത്തു. മാക്സിമം വാല്യൂ ആയിട്ട് ഞാനൊരു 80 എന്ന് പറയുന്നത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ സ്പേസിന്റെ ഉള്ളിൽ എനിക്ക് എന്തേ കൊടുക്കാൻ പാടുള്ളൂ, 20 തൊട്ട് 80 വരെയുള്ളതേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഞാനിവിടെ എന്ത് കൊടുത്തു, 23, 25 അല്ലെങ്കിൽ 26, 45, 67, 78, 82 എന്ത് വന്നു, എറർ വന്നു.
മനസ്സിലായോ എങ്ങനെ കണ്ടീഷൻ കൊടുത്തേന്ന്? കൊടുത്തതൊന്നും മാം കാണിക്കും, ബിക്കോസ് നേരത്തെ മാം അത് ചെയ്യുമ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ എനിക്ക് കാണാൻ പറ്റില്ല. അതെയോ? ഞാൻ എങ്ങനെ കൊടുത്തേന്ന് വെച്ചാല് ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു സ്പേസ് സെലക്ട് ചെയ്തു. കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പത്തിന് ഞാൻ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ കളർ കൊടുത്താലും മതി കേട്ടോ. കൊടുത്തു. ഞാൻ ഈ ഒരു സ്പേസ് സെലക്ട് ചെയ്തു. അതിൽ ഞാൻ എന്ത് കൊടുക്കുന്നു, ഡാറ്റ എന്ന് പറയുന്ന റിബണിൽ ഡാറ്റയിലേക്ക് പോകണം. അതിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ കണ്ടോ ഡാറ്റ വാലിഡേഷൻ. അതിലെന്ത് കൊടുക്കുന്നു, ഈ എനി വാല്യൂ എന്നുള്ളത് മാറ്റി ഞാൻ വോൾ നമ്പർ ആക്കണം. വേണമെങ്കിൽ ഡെസിമൽ കൊടുക്കാം, ലിസ്റ്റ് കൊടുക്കാം, ഇതൊക്കെ അങ്ങനെ ഓരോന്ന് കൊടുത്തേക്കുന്നതാണ്. ഞാൻ വോൾ നമ്പർ കൊടുത്തു. വോൾ നമ്പർ കൊടുത്തപ്പോൾ എന്താണ്, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അതിൽ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ ഞാൻ മിനിമം വാല്യൂ ഒരെണ്ണം സെറ്റ് ചെയ്തു. മാക്സിമം വാല്യൂ ആയിട്ട് ഒരു 10ഉം 50ഉം സെറ്റ് ചെയ്തു. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ടേബിളിലേക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, 10 മുതൽ 50 വരെ നമ്പേഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. 10 കൊടുത്തു, 12, 16, 17, നമുക്ക് ഏതുവരെ കൊടുക്കാം, 50 വരെ കൊടുക്കാം. 50ഉം കൊടുത്തു. അതിനുശേഷം ഞാൻ ഏതെങ്കിലും വേറൊരു നമ്പർ 67 കൊടുത്തു. അപ്പൊ എനിക്ക് എറർ മെസ്സേജ് വന്നു. ചെയ്തു നോക്കിയേ. ഇതേപോലെ എന്ത് ചെയ്ത് നോക്കണം, ഇത് ഓരോന്നും ചെയ്ത് നോക്കണം കേട്ടോ. ഡേറ്റ് സെറ്റ് ചെയ്ത് നോക്കിയ അടുത്തത്. ഡേറ്റ് എങ്ങനെയാണ് ചെയ്യുക, ടേബിൾ സെലക്ട് ചെയ്യുന്നു, ഡേറ്റ് കൊടുക്കുന്നു, ഇതിൽ എന്ത് കൊടുക്കുന്നു, വാലിഡേഷൻ. ഡാറ്റയിൽ പോണു, ഡാറ്റയില് ഡാറ്റ ടൂൾസ്, ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ഡേറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നു. ഇതിൽ സ്റ്റാർട്ട് ഡേറ്റും ഉണ്ട്, എൻഡ് ഡേറ്റും ഉണ്ട്. സ്റ്റാർട്ട് ഡേറ്റ് ആയിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, 20/3/2019 കൊടുത്തു. എൻഡ് ഡേറ്റ് ആയിട്ട് 30/3/2019 കൊടുത്തു. 20/3, 30/3, 20/3/2019 ടു 30/3/2019 ആണ് കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നു, ഞാൻ ഒരു 20/3/2019 എൻ്റർ ചെയ്തു വന്നു. 27/3/2019 എൻ്റർ ചെയ്തു വന്നു. 31/3/2019 എറർ വന്നു. കാരണം 30 വരെ ഉള്ളൂ. കണ്ടോ? ഇങ്ങനെയാണ് കണ്ടീഷൻസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ വോൾ നമ്പർ ചെയ്ത് നോക്കി, ഡേറ്റ് ചെയ്ത് നോക്കി. ഇതേപോലെ തന്നെ എന്ത് ചെയ്ത് നോക്കണം, ഡെസിമൽ ചെയ്യാം. അതേപോലെ സ്ട്രിങ്സിന്റെ ലെങ്ത്, എത്രത്തോളം ലെങ്ത് ഉള്ള വേർഡ് കൊടുത്താൽ മതി എന്നുള്ള കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. മനസ്സിലായോ? മനസ്സിലായിച്ചെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണേ. നമ്മൾ ഡേറ്റ് കൊടുക്കുന്നില്ലേ, ഡോട്ട് കൊടുത്താൽ വർക്ക് ആകത്തില്ലേ, ആ ഹാഷ് തന്നെ കൊടുക്കണം അല്ലേ? ഷോ അല്ല, ഇപ്പൊ 20/3/2019 എന്നല്ലേ, 20 ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവുമല്ലേ? ഇല്ല, ഡോട്ട് കൊടുത്താവില്ല. ആവില്ലല്ലേ?
ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ലിസ്റ്റോ? ലിസ്റ്റിലാണിത്. ഈ കാറ്റ് ഒക്കെ ഉള്ളതില്ലേ, ലിസ്റ്റ് ചെയ്യാം എന്നുള്ളത്. അത് ലിസ്റ്റ് എടുത്ത് നമ്മൾ അവിടെ എന്തൊക്കെയാ ആ 2 വാക്കേ കൊടുക്കാവുള്ളൂ. നമുക്ക് രണ്ടെന്നല്ല, ഏതൊക്കെ വാക്കുകൾ നമുക്ക് കൊടുക്കണം വെച്ചെങ്കിൽ ആ വാക്കുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അത് വേറെ സ്ഥലത്ത് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കണം അല്ലേ? ടൈപ്പ് ചെയ്ത് വെക്കണം അവിടെ. വേറെ സ്ഥലത്ത് അല്ല, അവിടെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഡാറ്റ വാലിഡേഷനില് ലിസ്റ്റ് എടുക്കണു. അതിൽ സോഴ്സ് എന്നുള്ളതിൽ ഞാൻ എന്ത് കൊടുക്കണം? ബുക്ക്, പെൻ. ഇപ്പൊ കണ്ടോ, ഇവിടെ ഡ്രോപ്പ് ഡൗൺ വന്നു. അതിൽ എനിക്ക് എന്ത് ചെയ്യാം? ബുക്ക്. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് പെൻ. കണ്ടോ? പിടികിട്ടിയോ? ഒരു മിനിറ്റ് മാം. കണ്ടില്ല? നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു വട്ടം കൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ? ഈ ഒരു സ്പേസ് ഞാൻ വെറുതെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു സ്പേസിലാണ് എനിക്ക് വാലിഡേഷൻ കൊണ്ടുവരേണ്ടത്. അപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇവിടെ ചിലപ്പോൾ ഒരു റൂൾ ഉണ്ടാവും. ഇവിടെ ചെയ്യാം കേട്ടോ. സെലക്ട് ചെയ്തു. അതിൽ ഡാറ്റയിൽ പോണു. ഡാറ്റയിൽ എനിയില് ലിസ്റ്റ് ആക്കണു. ലിസ്റ്റിൽ എന്ത് ചെയ്യണം? സോഴ്സ്. നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഞാൻ ബുക്ക് എന്ന് വേണം, പെൻ മതി. എനിക്ക് ഇത്ര മതി. ഞാൻ ഈ ബുക്കും പെന്നും ആണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ നോക്കാം. നമുക്ക് മൾട്ടിപ്പിൾ എത്ര വേണേ കൊടുക്കാം, എന്ത് വേണേ കൊടുക്കാം. കാർ, ബൈക്ക്, എന്ത് വേണേ കൊടുക്കാം. അങ്ങനെ എത്ര വേണേലും കൊടുക്കാം. നമുക്ക് വേണ്ടത് കൊടുക്കണം, ഓക്കെ കൊടുക്കണം. അപ്പൊ ഇവിടെ ഡ്രോപ്പ് ഡൗൺ കണ്ടോ? ഒരു ഡ്രോപ്പ് ഡൗൺ വന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഏതാണ് ചൂസ് ചെയ്യാം? കാർ, ബൈക്ക്. ഇതല്ലാതെ വേറൊന്നോടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എറർ കാണിക്കും. ഓക്കെ, ഡാറ്റ വാലിഡേഷൻ പിടികിട്ടിയോ? കിട്ടി മാം. കസ്റ്റം എന്ന് പറഞ്ഞ ഏതായിരുന്നു? ഡാറ്റ വാലിഡേഷൻ കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട്, ഇപ്പൊ നമുക്കായിട്ട് വല്ല ഫോർമുലയും കൊടുക്കാം. ഈ ഫോർമുലയുടെ ബേസിൽ എനിക്കത് വരണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണതാണത്. എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നാണ്. ഇപ്പൊ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് കൊടുത്ത് വർക്ക് ചെയ്യേണ്ട കാര്യം വരികയാണെങ്കിൽ അത് കൊടുക്കാം എന്ന്. ഫോർമുല കൊടുത്തിട്ടില്ല, അതാണ്. അങ്ങനെ വല്ല കസ്റ്റംസ് കണ്ടീഷൻസ് എങ്ങാനും ഫോർമുലാസിന്റെ രൂപത്തിൽ കൊടുത്താൽ അങ്ങനെയും വർക്ക് ചെയ്യിപ്പിക്കാം. ആ ഫോർമുല അല്ലെങ്കിൽ എറർ വരുന്ന പോലെ. ഇതാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മുടെ ഡാറ്റ വാലിഡേറ്റ് ചെയ്യണു, അതല്ല എന്ന് തോന്നിയാൽ അതിനൊരു എറർ മെസ്സേജ് വരുന്ന പോലെ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് ഡാറ്റ വാലിഡേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഈ ഡാറ്റയിൽ കണ്ടോ, ഇതിന് മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടോ? ഓട്ടോമാറ്റിക്കലി ഫിൽ ഇൻ വാല്യൂസ്. ഫ്ലാഷ് ഫിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ, എക്സലിലെ ഒരു ഫീച്ചറാന്ന് പറയാം ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത്. ഞാനിവിടെ കുറച്ച് ഡാറ്റ എടുക്കാം. ഞാനിവിടെ കുറച്ച് ഡാറ്റ എടുത്ത് ഇവിടെ കൊടുന്നിടണം. ഇതിൽ ഞാൻ കുറച്ച് ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പേരുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ, വേറെ ചെറിയ എന്തെങ്കിലും എക്സാമ്പിൾ കാണിച്ചു തരാം. അനു,
കണ്ടോ? ഇവിടെ അനു ജോസ് എന്ന് പറയുന്ന പേര് ഞാൻ ടൈപ്പ് ചെയ്തു. ഒറ്റ പേര് ഞാൻ ടൈപ്പ് ചെയ്തുള്ളൂ എനിക്ക് വേണ്ട രീതിയിൽ. എന്നിട്ട് ഞാൻ ഫ്ലാഷ് ഫിൽ അമർത്തി. എന്ന് വെച്ചാൽ ഫ്ലാഷ് ഫില്ലിന്റെ ഷോർട്ട് കീ ആയിട്ടുള്ള കൺട്രോൾ ഇ അമർത്തി. ഒരു മിനിറ്റ് കാണിച്ചു തരാം കേട്ടോ. കൺട്രോൾ ഇ അമർത്തി. ഈ ഷോർട്ട് കീ അമർത്തുമ്പോൾ എനിക്ക് എന്ത് വരും? ആ ഒരു പാറ്റേണിന്റെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാതും ഫില്ലാവും. ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഞാനൊരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. ഇമെയിൽ ഐ ഡി കൊടുക്കാണ്. ഞാൻ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഐ ഡി കൊടുക്കാം. പ്രൊഡക്റ്റ് ഐ ഡി. അതിൽ ഞാൻ പറയാണ് IBM 01 IBM 02 IBM 03 IBM 05. ഓക്കെ, ഇതിലെല്ലാത്തിലും എന്താ കോമൺ ആയിട്ട് വരുന്നത്? IBM എന്ന് പറയുന്നത് കോമൺ ആണല്ലേ? അപ്പൊ എനിക്ക് എന്ത് മതി? ഇതിലത്തെ അവസാനത്തെ 01 02 03 05 എന്ന് പറയുന്നതാണ് എന്ത് എന്റെ കോഡ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ കോഡ് മാത്രം മതി. ഇത് വലിയൊരു ഡാറ്റ സെറ്റ് എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ ഈ കോഡ് മാത്രം മതി എനിക്ക്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ആ കോഡ് മാത്രം മതി എന്ന് പറയുന്ന പാറ്റേൺ എനിക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. 01 അത് മതി. അതേപോലെ ബാക്കി എല്ലാതും ഫില്ലാണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 01 എന്ന് പറഞ്ഞ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യണു. എന്നിട്ട് കൺട്രോൾ ഇ അമർത്തണം. കണ്ടോ? അപ്പൊ അതെല്ലാതും അതേപോലെ ഫില്ലാവും. ഇപ്പൊ 01 ആയതുകൊണ്ടാണ് കേട്ടോ അത് ആ 0 മുന്നത്തെ പോയിട്ട് വന്നത്. ഇനി അതിന് പകരം ഞാൻ M എന്നുള്ളത് കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. M01 എന്നാണ് എനിക്ക്. M01 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ കൺട്രോൾ ഇ അമർത്തണു. കണ്ടോ? അവിടെ പോയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ചെയ്താൽ മതി. നമ്മൾ കൺട്രോൾ ഇ എന്ന് പറയുന്ന ഷോർട്ട് കീ ആണ്, അത് അമർത്തിയാൽ മതി. കൺട്രോൾ ഇ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഫുൾ നെയിം ആക്കാം. അങ്ങനെ ഒരു പേജ് മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഈ ഷോർട്ട് കീ യൂസ് ചെയ്താൽ. ഒരു വട്ടം പാറ്റേൺ പറഞ്ഞു കൊടുത്താൽ മതി. ഇനി അതേപോലെ നമുക്ക് ഇമെയിൽ ഐ ഡി ഒക്കെ കിട്ടുന്ന സമയത്തെ നമ്മുടെ ഇമെയിൽ ഐ ഡി എങ്ങനെയാ ഉണ്ടാവാറ്? ഇപ്പൊ കണ്ടോ? ഇവിടെ ഇമെയിൽ ഐ ഡി കണ്ടോ? rajesh@gmail.com. എനിക്ക് അതിൽ നിന്ന് ആളുടെ പേരെടുക്കണം. അതേപോലെ ജിനേഷ് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഒരു വട്ടം അതെങ്ങനെയാണ് വേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. രാജേഷ് എന്ന് പറയുന്ന ആളുടെ പേര് മാത്രം മതി. അപ്പൊ അതുപോലെ എനിക്ക് ബാക്കിയുള്ളത് ഫില്ലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ഇ അമർത്തണം. കണ്ടോ? ഫില്ലായി. അതേപോലെ കോഡ് ഫില്ല് ചെയ്യാം. ഫുൾ നെയിം, ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും വെച്ചിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വെച്ചിട്ട് ഫുൾ നെയിം ആക്കാം. അങ്ങനെ നമുക്ക് ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുക. അപ്പൊ പാറ്റേൺ പറഞ്ഞു കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യിപ്പിക്കാം. പിടികിട്ടിയോ? ഫ്ലാഷ് ഫില്ല് എളുപ്പമല്ലേ? ഇനി ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഷോർട്ട് കീ അമർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും മതി. കളയുന്നു. ഇവിടെ അടുത്ത കോളത്തിൽ സെലക്ട് ചെയ്യുന്നു. ഇവിടുത്തെ ഫ്ലാഷ് ഫില്ല് ഇല്ലേ, അത് ക്ലിക്ക് ചെയ്താലും മതി, അപ്പോഴും വരും. ഷോർട്ട് കീ അമർത്തി കഴിഞ്ഞാലും വരും, അല്ലെങ്കിൽ അത് അവിടെ ക്ലിക്ക് ചെയ്താലും മതി, അപ്പോഴും വരും. ഫ്ലാഷ് ഫിൽ. ഓക്കെ അല്ലേ? തൊട്ടടുത്ത കോളത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതെ, തൊട്ടടുത്ത കോളത്തിൽ തന്നെ ആയിരിക്കണം. എന്നാലേ അവർക്ക് ആ ഒരു ഇത് എന്താ പറയാ മനസ്സിലാവുള്ളൂ, പാറ്റേൺ മനസ്സിലാവുള്ളൂ. അതിന്റെ അപ്പുറത്തെ കോളത്തിൽ കിട്ടുമല്ലേ? ഇല്ല ഇല്ല ഇല്ല, കിട്ടില്ല.
ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ആ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ പുതിയൊരു ഷീറ്റ് എടുത്തു. ഓക്കെ അല്ലേ അഖിലേ? ഒരു മിനിറ്റ് മാം. ആ ആ ആ മാം കിട്ടി. കിട്ടി, ഫ്ലാഷ് ഫില്ല് കിട്ടി. ആ ഓക്കെ, രണ്ടുപേരും ഓക്കെ ആണോ? വേറൊരു കുഞ്ഞു ടോപ്പിക്, ഇന്ന് അത്യാവശ്യം യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക് എടുക്കാനാ. ഓക്കെ മാം. ഓക്കെ, നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിൽ എത്രത്തോളം ഡാറ്റ കൊള്ളും? നമ്മൾ പറഞ്ഞു 10 ലക്ഷത്തി സംതിങ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പവർ പിവോട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ഇന്നലെ പറഞ്ഞത്? ഓർക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ട്. ഓക്കെ, എക്സലിൽ ഏതൊക്കെ ടൈപ്പ് ഡാറ്റാസ് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് CSV ഫയൽ പറ്റും, എക്സൽ ഫയല്, അതേപോലെ തന്നെ ജേസൺ ഫയൽ ഓപ്പൺ ചെയ്യാം, പിന്നെ അഷ്യൂറിന്റെ ഫയലുകൾ, അങ്ങനെ പല പല ഫയലുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ എക്സലിൽ യൂസ്ഫുൾ ആവുന്ന ഡാറ്റാ ബേസുകളാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാ ബേസുകളാണ് ഇതൊക്കെ. IBMന്റെ, അതേപോലെ MySQL, അങ്ങനെ പല പല ഡാറ്റാ ബേസുകൾ ഏതിൽ ഓപ്പൺ ആക്കാൻ പറ്റും? എക്സലിൽ ഓപ്പൺ ആക്കാൻ പറ്റും. ഒരുപാട് ഡാറ്റ സോഴ്സുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ് എന്ത്? എക്സൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാറ്റ ബേസിന്റെ മാനേജ്മെന്റ് സിസ്റ്റം ആണ് എക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും നമുക്കറിയാം. നമ്മൾ സാധാരണ പക്ഷെ എന്തേ ചെയ്യാറുള്ളൂ? എക്സലിലെ ഡാറ്റ അല്ലെങ്കിൽ CSV ഫയലിലെ ഡാറ്റ ഒക്കെ ഓപ്പൺ ചെയ്യാറുള്ളൂ. ഓക്കെ, എന്താ CSV ഫയൽ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്നൊരു ഡാറ്റ സെറ്റ് ഷെയർ ചെയ്തില്ലേ, സെയിൽസ് ഡാറ്റ സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊരു CSV ഫയലാണ്. CSV ഫയലാണത്. കാരണം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയൽ അല്ല, അത് ഓൾറെഡി സെയിൽസ് ഡാറ്റയുടെ ഒരു ഫയല് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കുന്ന ഫയലുകളാണ് അതൊക്കെ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കണത്, നമുക്ക് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോ ആ ഫയൽ എന്ന് പറയുന്നത് എക്സൽ ഫയൽ അല്ല, അതൊരു CSV ഫയലാണ്. കോമ സെപ്പറേറ്റഡ് വാല്യൂ എന്നാണ് അതിന്റെ പറയാ, CSV, കോമ സെപ്പറേറ്റഡ് വാല്യൂ ഫയൽ. മനസ്സിലായോ? കോമ സെപ്പറേറ്റഡ് വാല്യൂ, അങ്ങനത്തെ ഫയലുകളാണ് അത്. എന്താ എന്ന് പറഞ്ഞാല് നമ്മൾ എക്സലില് എന്തെങ്കിലും സേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഞാൻ ഫയലില് സേവസ് കൊടുക്കുകയാണ്, ഞാൻ ഡെസ്ക്ടോപ്പിൽ കൊടുക്കണു. സേവ് ചെയ്യുന്ന സമയത്ത് കണ്ടുണ്ടോ എക്സൽ വർക്ക് ബുക്ക് എന്ന് കാണിച്ചതുണ്ടോ? ഇവിടെ ഇതിന് താഴത്തേക്ക് എടുത്ത ഒരുപാട് തരത്തിലുള്ള ഫയലുകൾ കാണിക്കും, കണ്ടോ? ഇതില് കണ്ടോ? ഇതില് CSV കണ്ടോ? ഈ CSVയിൽ പെട്ടതാണ് അത്. കോമ കണ്ടോ, കുറെ തരത്തിലുള്ള CSV ഉണ്ട്. CSV എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരുപാട് ഫയലുകൾ ഉണ്ട്. അപ്പൊ അതില് CSV ഫയലിൽ പെട്ട ഡാറ്റയാണ് അത്. കാണുമ്പോൾ എക്സൽ പോലെ തോന്നുമെങ്കിലും അത് CSV ആണ്. കോമ സെപ്പറേറ്റഡ് വാല്യൂ, CSV. ഓക്കെ, അപ്പോ അങ്ങനെ CSV ഫയൽ നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാം, എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വെബിൽ നിന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് സ്റ്റഡി നടത്തുകയാണ്, നിങ്ങളുടെ കമ്പനിയിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി ചെയ്യാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തത് ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ. മിനിമൈസ് ആവുമെന്ന്. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഞാനിവിടെ ഒരു ഡാറ്റ, അത്യാവശ്യം വലിയൊരു ഡാറ്റ എന്ന് പറഞ്ഞാല് സെൻസസിന്റെ ഡാറ്റ എടുക്കാനാണ്. സെൻസസ് 2011, സെൻസസ് 2011 ഒരു ഡാറ്റ എടുക്കുകയാണ്. ഓക്കെ, സെൻസസ് 2011 ഇന്ത്യയിലത്തെ ഡാറ്റ.
ഇന്ത്യയിലത്തെ സെൻസസിന്റെ ഡാറ്റ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വിക്കിപീഡിയയില് ഒരു ഷീറ്റ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് അല്ലെ, ഇന്ത്യയിലെ സെൻസസിനെ കുറിച്ചിട്ട്. കുറെ ഗ്രാഫുകൾ ഉണ്ട്, ചെറിയ ചെറിയ ടേബിളുകൾ, കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്ത്യയുടെ ഗ്രാഫ് സംതിങ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടോ, വലിയൊരു ഡാറ്റ സെറ്റ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡാറ്റ ഈ ഒരു എന്തിലുണ്ട്? വിക്കിപീഡിയയിലുണ്ട്. വിക്കിപീഡിയയിൽ ഈ ഒരു പേജിൽ തന്നെ ഒരുപാട് ഡാറ്റ ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഇതിനെ കുറിച്ചാണ് ഒരു സ്റ്റഡി ചെയ്യേണ്ടത്. ഈ ഒരു ടേബിളിനെ കുറിച്ച് എനിക്ക് ഇന്ത്യയുടെ സെൻസസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം എന്ന് വിചാരിക്കാം. ഈ സ്റ്റഡി ചെയ്യണം വെച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തുണ്ടാക്കണം. ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തു വിചാരിക്കേ. ഇതുവരെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. ഞാനത് കോപ്പി ചെയ്യുന്നു, എക്സലിലേക്ക് വരുന്നു, ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാണ്. കണ്ടാ? ഇങ്ങനെയാ വരുന്ന ഡാറ്റ. ഇങ്ങനെ വന്ന വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു അനാലിസിസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ അങ്ങനെ ഡാറ്റ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്കൊന്നും കണ്ടുപിടിക്കാം. ഈ നമ്പേഴ്സ് ഒന്നല്ല നമുക്ക് കിട്ടുന്നത്, കുറച്ച് URL കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. മാം അപ്പൊ നമുക്ക് നമ്മളിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോ ചാർട്ടാണ് കോപ്പി പേസ്റ്റ് ഉണ്ട്, അതത് ഇങ്ങനെ ഇലക്ട്രായിട്ട് ഈ ഇതാണ് ഏത് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഈ ടേബിളുകൾ കിട്ടാനാണ്. നമ്മൾ ഈ ടേബിൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടേബിള് സെലക്ട് ആവുന്നേ ഇല്ല കോപ്പി പേസ്റ്റ് ചെയ്യാൻ. കണ്ടോ? സെലക്ഷനേ വരുന്നില്ല, ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് ഈ ഒരു ടേബിളിന് അല്ലെങ്കിൽ ഇതിലുള്ള ഒരുപാട് ഡാറ്റ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് മാനുവലി ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. അത് ബുദ്ധിമുട്ടല്ലേ? അത് ഇത്രയും വലിയ ഡാറ്റ. അപ്പൊ എനിക്ക് ഇതില് ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ URL കണ്ടോ? ഈ URL ഒന്ന് കോപ്പി ചെയ്യാം. URL ഇല്ലേ? ഈ ഒരു URL നമ്മുടെ സെൻസസ് 2011 നമ്മൾ പോയി വിക്കിപീഡിയ എടുത്തു. വിക്കിപീഡിയയുടെ URL, ഈ ഡാറ്റയുള്ള URL ഞാൻ കോപ്പി ചെയ്യണു. കോപ്പി ചെയ്തു. ഇനി ഞാൻ എന്റെ എക്സലിലേക്ക് പോവാണ്. എക്സലിലേക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്നതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഏതെങ്കിലും ഫയൽ അത് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇവിടെ നമുക്ക് എക്സലും CSV XML ഈ ഫയലുകളേ ഉള്ളൂ. URL കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഓരോ ഫയലുകൾ എടുത്ത് നോക്കും. അപ്പൊ അതിൽ കണ്ടോ, അതർ സോഴ്സ് എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഫ്രം വെബ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ചോദിക്കുന്നുണ്ട് എന്ത്? URL ഉണ്ട്. URL ഉണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ URL പേസ്റ്റ് ചെയ്യണം. നമ്മൾ അവിടുന്ന് എടുത്ത URL പേസ്റ്റ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കണം. കണ്ടോ? ആ ഒരു ഷീറ്റിലുള്ള എല്ലാ ടേബിളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോ എനിക്ക് അതിൽ ആ ഒരു വലിയ ടേബിൾ മാത്രം മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് ഏത് ടേബിളാന്ന് അറിയില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. ഈ ടേബിൾ ആണോ, ഈ ടേബിൾ ആണോ, ഈ ടേബിൾ ആണോ നമുക്ക് ആവശ്യം? കണ്ടോ? ഈ ടേബിൾ ആണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ ഇനി ഒരുപാട് ടേബിളുകളുണ്ട്. ഞാനൊരു ടേബിൾ സെലക്ട് ചെയ്തു എന്ന് മാത്രം. ഈ ഒരു ടേബിൾ മതി എനിക്ക്. അപ്പൊ ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്യണു. കണ്ടോ? ആ ഒരു ഡാറ്റ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നമുക്ക് എക്സലിലേക്ക് ലോഡ് ആക്കാൻ പറ്റും. ക്ലോസ് ആൻഡ് ലോഡ് കൊടുത്തു. കണ്ടോ? ക്ലോസ് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ ഒരു ക്ലോസ് ആൻഡ് ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ വന്നത് കണ്ടോ? ഞാൻ ക്ലോസ് ചെയ്തൊന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സൽ എടുക്കണു. എക്സലിലെ ഡാറ്റയില് ഗെറ്റ് ഡാറ്റാസില് ഫ്രം അതർ സോഴ്സില് ഫ്രം വെബ് URL പേസ്റ്റ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കണം.
അതിൽ ഞാൻ എനിക്ക് വേണ്ടതിന് ഡബിൾ ടാപ്പ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പവർ ക്വയറി എന്നാണ് ഈ ഭാഗത്തിന് പറയാത്. നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ ഈ പവർ ക്വയറി എന്ന് പറയുന്ന ഭാഗം. ഞാൻ എടുക്കാം. ഇത് ജസ്റ്റ് ഡാറ്റ ലോഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരികയാണ്. അതിൽ കണ്ടോ ക്ലോസ് ആൻഡ് ലോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡില്, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യണം. കണ്ടോ? അപ്പൊ നമുക്ക് ആ ഡാറ്റ മുഴുവനായിട്ട് എക്സൽ ഷീറ്റിൽ കിട്ടി. നമുക്ക് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡാറ്റ ആയിരുന്നു. അതിനെങ്ങനെ നമ്മൾ കണ്ടോ വെബിൽ നിന്ന് ഡയറക്ട്ലി URL കൊടുത്ത് നമുക്ക് ഇവിടേക്ക് കിട്ടി. മനസ്സിലായോ? ആ ചെയ്തു. രണ്ടാളും ചെയ്തോളൂ കേട്ടോ. മാം എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണിക്കുന്നത് യൂസ് അനോണിമസ് ആക്സസ് ഫോർ ദിസ് വെബ് കണ്ടന്റ്. ആ അതന്നെയാണ്. ഓക്കെ കണക്ട് എന്നുള്ളതല്ലേ? ആ കൊടുത്തോ. അത് പുറത്തുനിന്ന് ഒരെണ്ണം ഒരു ഫയൽ എടുക്കുന്നോണ്ട് കാണിക്കുന്നതാ, എറർ ഒന്നല്ല. എന്തായിരുന്നു ടേബിള്? ഫസ്റ്റത്തെ ആയിരുന്നു തോന്നുന്നു. ജസ്റ്റ് പ്രിവ്യൂ ചെയ്ത് നോക്കി. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ അതാന്ന് തോന്നുന്നു. ഇനി മാം ഇത് പ്രിവ്യൂ വന്നു കഴിഞ്ഞാൽ ലോഡ് ചെയ്യല്ലേ? ആ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പൊ പ്രിവ്യൂ വന്നില്ലേ? ആ എന്നിട്ട് ക്ലോസ് ആൻഡ് ലോഡ് ഉണ്ടാവും.
ടേബിളിന് എത്രാമത്തെ ടേബിൾ 1 അല്ല, ടേബിൾ 1 രണ്ട് കോളം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സ്ക്രീൻ ഒന്ന് കാണിക്കാവോ? ആ ഈ ടേബിൾ 1 അല്ല, വേറെ ടേബിൾ ഒന്ന് കാണിച്ചേ. വേറെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേബിൾ ഇല്ലേ? പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ. അല്ലല്ല, ടേബിളിന്റെ പേര് എങ്ങനെയായിരിക്കും? പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ, അങ്ങനെ ഒരു ടേബിൾ ഇല്ലേ? എനിക്ക് ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 3. ഏത് URL എടുത്തത്? ഏതായിരുന്നു? ഏത് സൈറ്റിന്റെ എടുത്തത്? സെൻസസ് 2011 വിക്കിപീഡിയ തന്നെയാണോ? എടുക്കാം. വിക്കിപീഡിയയുടെ ആണ് അത്? വിക്കിപീഡിയ അല്ലല്ലോ. സെൻസസ് ഓഫ് ഇന്ത്യ 2011 കൊടുത്തേ. അതാവുമ്പോഴാണ് ഞാൻ പറയുന്ന ഡാറ്റ ആവുള്ളൂ. ഇത് വേറെ ഏതോ ഡാറ്റയാണ്. അതിന്റെ ടേബിള് കിട്ടിയില്ലേ? ഏത് ഡാറ്റയുടെയും നമുക്ക് കിട്ടും. നമുക്ക് സെയിം ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2011 കൊടുത്തത്. ഞാൻ വേറെ എടുത്തത് മാം. ഞാൻ ജസ്റ്റ് കുഴപ്പമില്ല. ജസ്റ്റ് ചെയ്ത ഉത്തരം കിട്ടിയാൽ മതി. ഇതാണ് 2011. പക്ഷെ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിപ്പോ ഇത്രയും ടേബിൾസ് ഉണ്ടെങ്കിൽ ഓരോ ടേബിളിലും നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യണോ? നമുക്കിപ്പോ ഞാൻ ഒരു ടേബിൾ മാത്രം എടുക്കുന്നോണ്ടാണ് അത് ഡബിൾ ടാപ്പ് ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവിടെ ചെറിയ ചെറിയ ഡ്രോപ്പ് ഡൗൺ ഉണ്ടായിരുന്നില്ലേ ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്? അത് എത്ര ടേബിൾ വേണമെങ്കിൽ അത് മുഴുവൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷീറ്റും, നമ്മൾ ടിക്ക് ചെയ്ത എല്ലാ ഷീറ്റും ലോഡ് ആവും. ഞാനും ഇപ്പൊ അത് നോക്കിയപ്പോ ഒരു എക്സൽ ഷീറ്റ് മാത്രം കാണുന്നുള്ളൂ. ബാക്കിയുള്ള ടേബിൾസ് അത് ഒരെണ്ണം മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെയ്തോണ്ടാ. ഒരുപാടെണ്ണം വേണമെങ്കിൽ ഒരുപാടെണ്ണം ടിക്ക് ചെയ്ത് കൊടുക്കണം. അഖിലിന് കിട്ടിയോ? കണക്ട് ആയിക്കൊണ്ടിരിക്കുക. കണ്ടു. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിനെ ഡബിൾ ടാപ്പ് ചെയ്യണം അല്ലേ? ലോഡ് ട്രാൻസ്ഫോം ഡാറ്റ അങ്ങനെ എന്തൊക്കെയാണ് വരുമല്ലോ. വരുന്നില്ലേ? വന്നില്ലേ? ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ലോഡ് ആവുന്നത് ഇത് വന്നു. എന്നിട്ട് ക്ലോസ് ആൻഡ് ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ടിക്ക് ചെയ്യാം. അപ്പൊ ഡാറ്റ ലോഡ് ആവും. ആയോ? ഷീറ്റ് വന്നില്ലേ? ഓക്കെ. അതന്നെ ഷീറ്റ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോ സെൻസസിന്റെ മാത്രമല്ല, നിങ്ങളിപ്പോ പല പല സൈറ്റൊക്കെ എടുത്ത് നോക്കിയല്ലോ. ഇങ്ങനെ ഏതൊരു ഡാറ്റയും ടേബിൾ വൈസ് ആയിട്ട് കിടക്കുന്ന ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിൾ അല്ല, എല്ലാ ഡാറ്റയും കൊണ്ടുവരാൻ പറ്റും. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ് ടേബിൾ വൈസ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും. ആ ടേബിൾ വൈസ് ആയിട്ടുള്ള ഡാറ്റയെ നമുക്ക് URL വെച്ചിട്ട് ഡയറക്റ്റ്ലി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോ കോമ്പറ്റേറ്റീവ് അനാലിസിസ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ കമ്പനിനേക്കാളും എത്രത്തോളം വ്യത്യാസം ഉണ്ട് ആ കമ്പനി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷെ ആ കമ്പനിയുടെ ഡാറ്റ നമുക്ക് കിട്ടാൻ വഴിയില്ലല്ലോ. പക്ഷെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. അവര് വെബ്സൈറ്റിൽ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ HTML കോഡുകളൊക്കെ വെച്ചിട്ടാണ് എടുക്കുക. അതിന് വെബ് സ്ക്രാപ്പിംഗ് എന്ന് പറയും. പബ്ലിഷ് ചെയ്യാത്ത ഡാറ്റനെ എടുക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്ത ഡാറ്റനെ എടുക്കുന്നതാണ് എക്സൽ യൂസ് ചെയ്തിട്ട്. ഇതിപ്പോ നമ്മൾ ചെയ്തത് ശരിക്കും എന്താ പറയാ? ഇപ്പൊ നമ്മൾ ചെയ്തത് വെബ് ഡാറ്റ കണക്ട് ചെയ്തു. വെബ് ഡാറ്റ കണക്ടിങ്. വെബ് ഡാറ്റ കണക്ഷൻ. ഓക്കെ. ഓക്കെ.
ഓക്കെ. നെക്സ്റ്റ് നെക്സ്റ്റ് വേണോ എനിക്ക്? എന്താ? അല്ല, നെക്സ്റ്റ് വേണോ? നെറ്റ് തീരാറായിന്നാ? അല്ല, നെക്സ്റ്റ് വേണോന്നാണ് കത്ത്. ഓക്കെ. അപ്പോ കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു 2 കാര്യങ്ങൾ പറഞ്ഞ നാളെ നോക്കിയിട്ട് വരുമോ? നാളെ എല്ലാം മൺഡേക്ക്. ഇപ്പൊ ഉള്ള എല്ലാ കാര്യവും ജസ്റ്റ് നോക്കിയിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന് നോക്കാം. ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജസ്റ്റ് ആ നെക്സ്റ്റഡ് ഇഫും അതേപോലെ തന്നെ ഡാറ്റ വാലിഡേഷൻ അതേപോലെ വീലുക്കപ്പ് ഒക്കെ ഇല്ലേ, ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളുടെ രീതിയിലും ചെയ്ത് നോക്കാം. ഇതുവരെ നോക്കിയിട്ട് വരുമോ? ശരി. ഓക്കെ. അപ്പൊ ശരി, ബൈ ബൈ. നാളെ ലീവാണ് കേട്ടോ, നാളെ പെരുന്നാളാണ്. അപ്പൊ നാളെ അവധിയാണ്. മൺഡേ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.